ഇന്ത്യയിൽ അമേരിക്കൻ സൈനിക താവളം വേണം. നമ്മുടെ രാജ്യം അമേരിക്കൻ സൈനിക താവളത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഇറാൻ എന്ന രാജ്യത്തിനെതിരെ അമേരിക്ക നടത്തുന്നത് ശരിയായ യുദ്ധമാണ് എന്നൊക്കെ പറയുന്ന ഒരു മലയാളിയുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വകാര്യതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ പേരും മറ്റും മാറ്റുന്നു. പക്ഷേ ഇതേപോലെ അഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊടുക്കുന്നത്. ഇറാൻ അങ്ങനെ ചെയ്തില്ലേ, ഇറാൻ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഓരോന്നിനും കൃത്യമായ മറുപടി കൊടുത്ത് അമേരിക്ക എന്ന രാജ്യത്തെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങളാണ് തെറ്റെന്നും അമേരിക്കൻ ജനതയോട് നമുക്ക് യാതൊരു എതിർപ്പുമില്ല, പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിലെ ട്രംപിനെ പോലുള്ള ആൾക്കാരുടെ നയങ്ങളോടും നിലപാടുകളോടുമാണ് എതിർപ്പ്. എനിക്ക് മാത്രമല്ല, ലോകത്തിൽ ഒരുപാട് പേർക്കും അമേരിക്കയിലെ നല്ലവണ്ണം ചിന്തിക്കുന്ന ജനതയ്ക്കും അതിനോടാണ് എതിർപ്പ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. അമേരിക്കയിലെ ഇടതുപക്ഷക്കാർക്ക് മാത്രമല്ല, അമേരിക്കയിലെ വലതുപക്ഷക്കാർക്ക് പോലും ട്രംപിന്റെ നയങ്ങളോട് എതിർപ്പാണ്. പക്ഷേ ഒരു ട്രംപ് ഭക്തൻ എന്ന് വിളിക്കാൻ കഴിയുന്ന, സ്വയം അമേരിക്കൻ പക്ഷപാതിയാണ് എന്ന് പറയുന്ന, ഇന്ത്യയോട് പുച്ഛവും ഇറാനോട് വെറുപ്പുമുള്ള ഒരു അമേരിക്കൻ പക്ഷപാതിയോടുള്ള സംഭാഷണമാണ്. കുറച്ച് പ്രകോപനപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന്, അതായത് നിങ്ങളുടെ താല്പര്യത്തിന് മാത്രം കേട്ടാൽ മതി. ഇന്ത്യയിൽ അമേരിക്കയുടെ ബേസ് വേണം, ഇറാനെ ആക്രമിക്കുന്നത് ശരിയാണ്, നിങ്ങൾ അമേരിക്കൻ ലാപ്ടോപ്പ് അല്ലേ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൺവെർസേഷനിലേക്ക്, കൗതുകമുള്ള കോൺവെർസേഷനിലേക്ക്. വളർത്തലല്ലേ പണി. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഒന്നും പറയൊന്നുമില്ല. നൈജീരിയയിൽ നിന്ന് പിള്ളേരെ പിടിച്ചോണ്ട് പോയി. ഇറാൻകാരല്ല, നൈജീരിയയിൽ നിന്ന് സ്കൂൾ കുട്ടികളെ പിടിച്ചോണ്ട് പോയി. അത് എത്ര വർഷം എന്തോ ബന്ധമുണ്ട്. അത് ബന്ധമുണ്ടല്ലോ. ലോകത്തിന് നടക്കുന്ന ഏതൊരു തീവ്രവാദ സംഭവ വികാസങ്ങളുമായിട്ട് ഇറാന് ബന്ധമുണ്ട്. അതിന്റെ നൈജീരിയ ഇറാൻ തമ്മിൽ നൈജീരിയയിലെ ഇതുപോലെ സ്കൂൾ കുട്ടികളെ പിടിച്ചോണ്ട് പോയത് എന്താണ്? തീവ്രവാദികള്. അതെ, അത് നൈജീരിയയിലെ തീവ്രവാദികളല്ലേ പിടിച്ചോണ്ട് പോയത്. നൈജീരിയയിലെ തീവ്രവാദികൾ നമ്മളത്തേക്ക് ഇവന്മാർക്കെല്ലാം ബന്ധമുണ്ടല്ലോ. ഇതിന്റെയൊക്കെ പേര് അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കും മനസ്സിലാവുമല്ലോ. ആണെങ്കിലും പേരുകൾ വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ കൂടെ വരില്ലേ. ബിൻലാദനും ഇറാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ തർക്കിക്കാനൊന്നും പറയണല്ല. അങ്ങനല്ല, ഫോൺ കോളില് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനല്ല, ബിൻലാദനും ഇറാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നേരെ തിരിച്ച് ബിൻലാദനെ അമേരിക്കയാണ് ഫണ്ട് ചെയ്തിരുന്നത്. എന്താണെങ്കിലും എവിടെയാണെങ്കിലും ഈ കിരാതമായ ഈ മനുഷ്യന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ കിരാത മാർഗങ്ങൾ ചെയ്യുന്ന ഏതൊരു ആളും അത്ര പ്രമുഖനല്ല. അങ്ങനെയാണെങ്കിൽ നാളെ മിസൈൽ ഉപയോഗിച്ച് കുട്ടികളെ നശിപ്പിച്ചെങ്കിൽ അത് വലിയ തെറ്റാ. നമ്മൾ അമേരിക്കയെ സ്വാധീനിക്കില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ട്രംപിനെ നാളെ ഒരാളെ കൊന്നിട്ടേ ട്രംപ് ഈ 160 പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എങ്ങനെ? ട്രംപിനെ നാളെ ആരെങ്കിലും ഇതേപോലെ ഒരു ആക്രമണത്തിൽ കൊന്നിട്ട് ആ 160 പിള്ളേരെ ട്രംപ് കൊന്നില്ലേ, അതുകൊണ്ട് ട്രംപിനെ കൊല്ലാം. ഞാൻ അതിനെ യോജിക്കുന്നില്ല കേട്ടോ. അതുവരെ ഞാൻ അതിനെ യോജിക്കലും യോജിക്കാതിരിക്കുന്ന ഒരു ബന്ധവുമില്ല. അത് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് വിയോജിപ്പുണ്ടാകാൻ യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെയുണ്ട് കാര്യങ്ങൾ. ഇതിനു മുൻപ് ഈ കുട്ടികളെ കൊന്നത് ഈ കഴിഞ്ഞ മാസം അവസാനം. പക്ഷെ അതിന് മുൻപ് ഇറാൻ എവിടെയാണ് ഇതേപോലെ ഇതേപോലെ ആക്രമണം നടത്തിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു രാജ്യത്തിനുള്ളിൽ ഇറാൻ അങ്ങനെ ആക്രമണം നടത്തിയതായിട്ട് അങ്ങേക്ക് വാർത്ത? ഇറാനിലെ ഈ സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ മിടുക്കന്മാരാ. അങ്ങനെ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം സാറ് പറയും. ഒരുപാട് വേണ്ട, അങ്ങനെ ഒരു കാര്യം വായിച്ചറിഞ്ഞിട്ടുള്ള ആള്. അല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ഞാനതാ ചോദിക്കുന്നത്. ഇത്രയും വായിച്ചറിഞ്ഞിട്ട് എനിക്കറിയാൻ പറ്റില്ല. ഇറാനിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഇറാൻ ആരെങ്കിലും മരിച്ചതായിട്ട് സാർ വായിച്ചറിഞ്ഞു? ഒരുപാട് പേരുണ്ട്. നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങളില്ലേ? നമ്മുടെ മണിപ്പൂരിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്. അതുകൊണ്ട് നാളെ ആരെങ്കിലും നരേന്ദ്രമോദിജി ആക്രമിച്ചതിനെ ന്യായീകരിക്കാൻ ഈ സബ്ജക്റ്റുമായിട്ട് നമ്മൾ ഇതിനൊക്കെ തുടക്കമിട്ട് നമ്മളാ. അത് വേറൊരു കാര്യം. നമ്മുടെ ഗാന്ധിയെ ഈ രീതിയിലാക്കിയതും നമ്മൾ തന്നെയാണല്ലോ. പിന്നെ അത് വേറെ ലെവലാന്നേ ഉള്ളൂ. എന്റെ ചോദ്യമല്ല, ഞാൻ വളരെ ഇപ്പം നാളെ ആരെങ്കിലും നമ്മുടെ മോദിജി ഒരിക്കലും ആക്രമിക്കപ്പെടരുത്, മോദിജി ആക്രമിച്ചിട്ട് മണിപ്പൂരിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാലോ? ന്യായീകരണമല്ലോ, അറിഞ്ഞു പോണല്ലോ കാര്യങ്ങൾ. നമ്മൾ ഏതെങ്കിലും ഒരു രാജ്യം പോയി നമ്മൾ ന്യായീകരിച്ചില്ലെങ്കിലും ഇറാൻ താങ്കൾ പറയുക. അപ്പം ശരിക്കും ഇതിന്റെ പിന്നിലെ ഇറാനിലെ ആൾക്കാർ മരിക്കുന്നത് ഓക്കെ എന്ന് പറയുന്ന ഇസ്ലാമോഫോബിയ അല്ലേ? കുറച്ച് മുസ്ലിങ്ങൾ മരിച്ചോട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ലേ? എങ്ങനെ? അതായത് ശരിക്കും ഇറാനിലെ മരിക്കുന്നതിനെ ലഘൂകരിച്ച് കാണുന്നത് നമ്മുടെ എല്ലാം മനസ്സിലെ ഇസ്ലാമോഫോബിയ അല്ലേ? കുറെ മുസ്ലിങ്ങൾ മരിക്കുന്നത് ഓക്കെ എന്ന് പറയുന്നത്. എനിക്ക് മതമില്ല. ഞാൻ മതത്തിന്റെ അടിസ്ഥാനം മനുഷ്യരാണ് മതം. ഞാൻ ആ മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാട്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നടക്കുന്ന എല്ലാ തീവ്രവാദവും ഇറാനാണെന്ന് പറയുന്നതിൽ എന്തർത്ഥം? ടോമാഹോക്ക് മിസൈൽ വന്ന് ചാടിക്കഴിഞ്ഞാലും തലയറുത്ത് കഴിഞ്ഞാലും ആ ചെയ്തികളിൽ ഇറാൻ ആരെ തലയറുത്തു?
എങ്ങനെ ഇറാൻ ആരെയാ തലയിറക്കുന്നേ? ഒന്നും തലയിറക്കുന്ന ഒന്നും യഥാർത്ഥത്തിൽ ഒന്നും ഐസിസ് ആണ്. ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട. ഐസിസിനും ഒന്ന് ഇറാനും തമ്മിൽ ബന്ധമേ ഒന്നും ഇല്ല. ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ട, എന്റെ അറിവ് കൊണ്ട് പറയണമായിരിക്കാം എന്ന് അല്ലല്ല, വിചാരിക്കുക. ഞാൻ സോറി, ചോദിച്ചത് അത്രേ ഉള്ളൂ. വളരെ, അതായത് താങ്കൾ ഈ കറുത്തടുത്ത് കൊല്ലുന്നു എന്ന് പറഞ്ഞില്ലേ, അത് പ്രധാനമായിട്ട് ഐസിസ് പോലുള്ള സംഘടനകളാ ചെയ്യുന്നത്. ഐസിസ് ഇറാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറാൻ കുറെ കൂടെ ഒരു ഷിയ രാജ്യമാണ്. ഐസിസുകാരാണ് അങ്ങനെ കൊല്ലുന്നത്. അതുകൊണ്ട് ഇറാൻ എന്ത് പഴിച്ചതിന്? അപ്പൊ അമേരിക്ക എന്ത്? നമുക്ക് അയാളെ പരമോന്നത നേതാവെന്ന് തന്നെ വിളിക്കാം അല്ലെ? അയ്യോ, അയാളെ പരമോന്നത നേതാവ് തന്നെയാണ്. ഇനിയും അയത്തുള്ള ഖമേനി ആണവായുധങ്ങളെ എതിർത്തിരുന്ന വ്യക്തിയാണ്. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണെന്നും ആണവായുധങ്ങൾ പാടില്ലെന്നും പറയുന്ന ഒരു പലിശ വ്യക്തിയാണ്. മേടിക്കുന്നതും ഇസ്ലാമിക വിരുദ്ധം കുറെ കാര്യങ്ങളുണ്ട്. അത് പ്രായോഗിക തലത്തിലൊന്നുമില്ല. പട്ടിണി കോലങ്ങളായ ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഇറാനിയൻ ജനതയെ പറ്റിച്ച് എന്ന് ആര് അവരുടെ പറഞ്ഞു? സ്വത്തുക്കൾ ഇറാനിയൻ മുഴുവൻ ജനതയെ അടിച്ചെടുത്ത് കുറെ ഈ ഇറാനിയൻ ജനതയുടെ സപ്പോർട്ടോടുകൂടിയല്ലേ അവിടെ അദ്ദേഹം? ഉത്തര കൊറിയയിലെ സ്വേച്ഛാധിപതി ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെ നമ്മൾ പരമോന്നത നേതാവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരുടെ പരമോന്നത നേതാവല്ലേ? നമുക്കെന്താ കാര്യം? പറ്റൂല്ലോ. ഇറാനി ജനത തെരഞ്ഞെടുത്ത പരമോന്നത നേതാവല്ലേ? നമുക്കെന്താ കാര്യം ഇതില്? എന്ത് തെരഞ്ഞെടുപ്പ് എന്താ? ഇറാനിലെ ആഭ്യന്തര വിപ്ലവത്തിന് ശേഷം ഇറാൻ ജനത തെരഞ്ഞെടുത്ത ആളല്ലേ? നമുക്ക് പുള്ളിയോട് യോജിക്കാം, വിയോജിക്കാം. നമുക്കെന്താ അതിന് കാര്യം പറയാൻ? ഇപ്പൊ എന്റെ നാട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. പക്ഷെ പിണറായി വിജയൻ എന്റെയും കൂടെ മുഖ്യമന്ത്രിയാണ്. കാര്യം നമ്മളാകുന്ന ജനത കേരളത്തിൽ തെരഞ്ഞെടുത്തതാണ്. നരേന്ദ്രമോദിജി ഇന്ത്യ തെരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയാണ്. അതേപോലെ ഇറാൻ ജനത തെരഞ്ഞെടുത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്കൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനകത്ത് മറുന്യായങ്ങൾ കണ്ടെത്താൻ അനവധി അവസരങ്ങളും കാര്യങ്ങളും വേറെ അവരുടെ നാട്ടിലെ ജനത അവരല്ലേ തെരഞ്ഞെടുക്കണ്ടേ? നമുക്കെന്താ കാര്യം? ന്യായങ്ങൾ കണ്ടെത്താൻ. പക്ഷെ അല്ല, നമ്മുടെ അല്ല സാർ, എന്റെ ഒരേ ഒരു ചോദ്യമേ, 1979 അവിടെ ഇസ്ലാമിക വിപ്ലവം വന്നത്. അവരുടെ നാട് തെരഞ്ഞെടുത്തതല്ലേ നമുക്ക്? അല്ലെങ്കിൽ തെരഞ്ഞെടുക്കുകയോ അവരുടെ നാട്ടിലെ ആൾക്കാർ പോരാടി അധികാരത്തിലേറിയതല്ലേ? നമുക്കെന്താ കാര്യം ഇതിൽ? 79 മുതൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നിലവിലെ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ടുള്ള സംഭവവാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാൽ നമ്മൾ പറഞ്ഞല്ലോ 79 ഇസ്ലാമിക വിപ്ലവം ഉണ്ടായി. അതിൽ നിന്ന് ഷാ സ്ഥാനത്തു നിന്ന് മാറി ഷായുടെ സ്ഥാനത്ത് ആയത്തുള്ള ഖൊമേനി വന്നു. ഇതൊക്കെ സംഭവം ശരിയാന്നേ. പക്ഷെ അന്ന് അത് ഇപ്പൊ ഈ ഇവിടം വരെ ആരും അതിനെക്കുറിച്ച് ഒരു ചാനലിലും ഒരു ചർച്ചയും ഇപ്പൊ സാധാരണക്കാർ ഞങ്ങളെ പോലുള്ളവരാണെങ്കിലും ഒന്നും പറയണില്ലല്ലോ. പറയേണ്ടി വന്ന കാര്യങ്ങളാ. പക്ഷെ ഈ സംഭവവാസങ്ങൾ നടക്കുമ്പോൾ തന്നെ 10,000-കണക്കിന് ആൾക്കാരെ ഇതുപോലെ ഗുരുതി കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എവിടെന്നാ സാറിന് കണക്ക് കിട്ടിയത്? എവിടെന്നാ അങ്ങനെ ഒരു കണക്കിനൊരു സോഴ്സ് വേണ്ടേ? ഒരു റെഫറൻസ് പോയിന്റ് വേണ്ടേ? ഒരു പെൺകുട്ടിയെ മത പോലീസ് കൊന്നിട്ടുണ്ട്, അതിന് ഫോട്ടോയും മറ്റും തെളിവുണ്ട്. അല്ല, അത് അയ്യോ ന്യായം വേണ്ടേ? തെളിവെന്തെങ്കിലും വേണ്ടേ? നമ്മൾ പ്രൊപ്പഗാൻഡ പറഞ്ഞാൽ പോരല്ലോ. ഇപ്പം കേരള സ്റ്റോറി പോലുള്ള പ്രൊപ്പഗാൻഡ സിനിമകൾ വരുന്ന പോലെ കേരളത്തിൽ നിന്ന് 32,000 പേര് പോയി എന്ന് ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇറാനിൽ എത്ര പേരെ കൊന്നു എന്ന് പറഞ്ഞാൽ എത്ര പേരാ മരിച്ചത്? ഇപ്പൊ ഉദാഹരണം, ഇറാൻ ഭരണകൂടത്തിന്റെ തെറ്റ് കൃത്യമായി പറയാം. അതൊക്കെ കണക്കുകൾ അന്വേഷിച്ച് കണ്ടെത്താം. നമ്മൾ ഇതിനു മുൻപ് വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ള വാർത്താ മാധ്യമങ്ങളെ ഞാൻ അനവധി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞ സാറേ, ഉദാഹരണം ഞാൻ അവിടുത്തെ അവർക്ക് തെറ്റിയ ജനുവരി തെറ്റെന്ന് പറയുന്ന തെളിവോടുകൂടി കാര്യം പറയാം. മഹദി അസീനി എന്നാണ്, അമ്മിനി എന്നാണ് ആ പെൺകുട്ടിയുടെ പേരെന്ന് തോന്നുന്നു. ആ പെൺകുട്ടി തട്ടം ശരിയായി ധരിക്കാത്തതുകൊണ്ട് ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. അവിടുത്തെ മത പോലീസ് 100% തെറ്റാണ്. പക്ഷെ എവിടെയായി 10,000-കണക്കിന് ആൾക്കാരെ കൊന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്ന അധിനിവേശമല്ലേ? നമ്മുടെ രാജ്യത്ത് നാളെ അമേരിക്ക എങ്ങനെ ആക്രമിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടും? സാർ വെറുതെ ഒന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ അമേരിക്ക കയറി ആക്രമിക്കുന്നു, നമ്മുടെ മന്ത്രിയോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരെങ്കിലും ആക്രമിച്ചു കൊല്ലുന്നു, എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ നാട്ടിൽ സാമ്രാജ്യത്വം, അധിനിവേശം ഇത് മാത്രമേ നമുക്കുള്ളൂ. നമ്മള് മറ്റൊരാളെ ഞാൻ രാഹുൽ സാറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ കാണണം. നമ്മൾ ഈ അധിനിവേശം പറയുന്നത് നമ്മളെപ്പോലുള്ള ഇന്ത്യ എന്ന രാജ്യത്തിലുള്ള ഒരു പൗരന് ഒരിക്കലും പറയാൻ പാടില്ല. ലക്ഷക്കണക്കിന് പേർക്ക് നല്ല സുഖമായ കോടിക്കണക്കിന് രൂപ ശമ്പളം തിരികെ കിട്ടത്തക്ക രീതിയിലുള്ള ജോലിയും സംഘടിപ്പിച്ച് അവിടെ സുഖമായിട്ട് നല്ല രീതിയിൽ പുട്ടടിച്ച് കഴിയണ കോടീശ്വരന്മാർ വളർത്തിയ ഒരു രാജ്യമാണ് നമുക്ക്. അവരത്ര അങ്ങനെ നമ്മളെ തള്ളിക്കളയാൻ പാടില്ല. സാമ്രാജ്യത്വമൊക്കെ പറയാം, അവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയണല്ലേ. അല്ല, പക്ഷെ അവര് താങ്കൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും താങ്കൾ ഉപയോഗിക്കുന്ന മൊബൈലും അടക്കം അത് അവരുടെ ശാസ്ത്രജ്ഞന്മാര് അവരുടെ അവരെനിക്ക് ഫ്രീ ആയി വീട്ടിൽ കൊണ്ട് തരുന്നൊന്നുമല്ലല്ലോ, ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റണല്ലോ. അവരെനിക്ക് ചാരിറ്റി തരുന്നൊന്നുമല്ലല്ലോ. ഞാൻ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പും ഫോണും ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ. അവർ വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്. അത് നമുക്കതിന്റെ 1000-ലോ 10,000-ലോ അകലെ പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള നമ്മുടെ അവസ്ഥ. നമ്മള് ഒരു മൂന്നാംകിട രാജ്യം എന്ന നിലയ്ക്ക് നമ്മളോട്ട് അങ്ങനെ വർത്താനം പറഞ്ഞൊരു കാര്യം. സാമ്രാജ്യത്വം അമേരിക്കക്കാരൻ എന്ത് ചെയ്താലും അധിനിവേശം
ബ്രിട്ടീഷുകാരൊന്നും അധിനിവേശം സാറേ നടത്തിയ അങ്ങനെയാണെങ്കിൽ സമയത്ത് ഞാൻ ഈ ചോദിച്ചോട്ടെ, ചിന്താഗതി അങ്ങനെയാണെങ്കിലോ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ബ്രിട്ടനെതിരെ പോരാടിയത്? നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയായി ജീവിച്ചാൽ പോലെ കുറച്ചുകൂടെ നന്നായിട്ട് എന്നോട് എക്കണോമി അത് ഈ വളരുമായിരുന്നു. അധിനിവേശം ബ്രിട്ടൻ ചെയ്ത കാര്യമല്ല, അമേരിക്ക നമ്മൾ ചെയ്ത് എന്ത് ചെയ്യും? ഞാൻ ഒരു ഒറ്റ കാര്യം പറയട്ടെ. ഇപ്പൊ സാറ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഈ $1,00,000 ഈ മറ്റേ വിസയ്ക്ക് ഒരു $1,000 1,00,000 ആക്കിയപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന ആൾക്കാർക്ക് ഭയങ്കര പോച്ചിലുണ്ടായല്ലോ. എന്നാ എന്തിനാ പുകയാൻ പോയെ? നമ്മൾക്ക് എന്തിനാ അമേരിക്ക? നമുക്ക് എന്തിനാ അമേരിക്ക? അമേരിക്ക എന്തിനാ നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാൻ പാടില്ലേ? അയ്യോ സാറേ, 2 അതുകൊണ്ട് നമ്മൾ ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ അമേരിക്കക്ക് അടിമ സംഘടിപ്പിച്ചിട്ട് കിടക്കണമെന്നാണോ ഇപ്പൊ കാര്യങ്ങൾ പറയുന്നത്? മനസ്സിലല്ലോ. രണ്ട് അവരുടെ സുഹൃത്തുക്കൾ പവർ വെച്ച് തമ്മിലുള്ള അവർ ലോകത്തിൽ ബന്ധമല്ലേ പല വേണ്ടത്? കാര്യങ്ങളും അമേരിക്ക ചെയ്യും. നമ്മുടെ നമ്മൾ മുതലാളിയാണോ? എന്നിട്ട് ഇന്ത്യ ഉറ്റുനോക്കുന്നു. ഇന്ത്യക്ക് 2 ദിവസത്തെ ക്രൂഡ് ഓയിലുള്ളൂ. ഇതൊക്കെ അവരാണോ അമേരിക്കക്കാരാണോ അതിനൊക്കെ ഈ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കണം? അവരാണോ? അയ്യോ, അമേരിക്കക്കാർ ഒരു ഞാൻ ബാധ്യത പറഞ്ഞ ഏറ്റണ്ട. എത്ര നമ്മൾ അമേരിക്കക്കാർ ഇവിടെ റഷ്യയുടെ വന്ന് ജോലി നോക്കണ്ട, നമ്മൾ ഇന്ത്യയിൽ വന്ന് ഞങ്ങൾക്ക് ജോലി വേണമെന്ന് പറഞ്ഞ് റഷ്യയുടെ എത്ര നിന്ന വിസ മേടിക്കും അവർ വരുന്നുണ്ട്. സാർ. ഇവിടുന്ന് എത്ര നമ്മൾ പേര് അവിടെ പോയിട്ടുണ്ട്? ഇതറിയോ അങ്ങയുടെ ഈ വാക്കുകളിലല്ലേ കേരളത്തിൽ അല്ല ഞങ്ങൾക്ക് അല്ല അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അമേരിക്കൻ നമ്മൾ കണ്ട് അടിമത്തം നോക്കി മനസ്സിലാക്കിയത് ഞാൻ എന്തിനാ? 19 വർഷമായിട്ട് ഇത് കാണുന്നതാ. ഈ കേരളത്തിലുള്ളവർ അവിടെ ജോലി നോക്കി ഇവിടെ വന്ന് നല്ല 2 നില ബംഗ്ലാവും വലിയ കാറും വാങ്ങിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. അത് ചെറിയ കാര്യമൊന്നുമല്ല. സാറേ ഒരു റിട്ടയർമെന്റ് സെന്റ് പീരീഡിലുള്ള അത് എല്ലാ അവരുടെ ബെനിഫിറ്റും ഔദാര്യമൊന്നും അല്ല. കൃത്യമായിട്ട് അവരവരുടെ വീട്ടിലും ഇന്നും അതാത് വർഷത്തെ ഡോളർ നിരക്കിൽ നമുക്ക് അല്ലല്ല പണം ഒരു കിട്ടണം സെക്കൻഡ് ജോലി ചെയ്ത് സാറിന് വന്നാൽ. അല്ലല്ല ഒരു സെക്കൻഡ് ഇതൊന്നും അമേരിക്കയുടെ ഔദാര്യമല്ല. ഞാൻ അമേരിക്കയുടെ ഔദാര്യമൊന്നും അല്ലത്. നമുക്ക് നമ്മുടെ ആൾക്കാർ അല്ല സാർ, സാറേ, നമ്മുടെ ഈ ആൾക്കാർ ഇറാനിൽ പണിയെടുക്കുന്നതുകൊണ്ട് എത്ര നമുക്ക് പേരുണ്ട്? ജോലി ഇറാനിൽ കിട്ടുന്നു. കോടിക്കണക്കിന് ശമ്പളം കിട്ടണം. നമുക്ക് എത്ര പേരുണ്ട് അവിടെ സാറേ നമുക്ക് ഇറാനിൽ? എത്ര പേരും ഉണ്ടാട്ടെ, അമേരിക്കയിൽ നമ്മൾ ജോലി കിട്ടാണ് നമുക്ക് കാശ് കിട്ടുന്നത്. നമ്മൾ അമേരിക്കക്കാരുടെ ഔദാര്യമൊന്നും അങ്ങനെ അല്ലത്. ഒരു സ്ഥലം വേണ്ടേ? അങ്ങനെ ഒരു സംഭവം വേണ്ടേ? ഈ അമേരിക്ക ഗൾഫിൽ നശിക്കണമെന്ന് പോയി ആരും പറയുന്നില്ലല്ലോ. 15,000 രൂപയ്ക്ക് ഇപ്പം ഗൾഫിൽ പോയി 15,000 രൂപയ്ക്ക് പണിയണമല്ലാണോ യു എസിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ കൂലിപ്പണി എടുക്കുന്ന അവസ്ഥയാണ് അമേരിക്കയിൽ പോയി വരുന്ന ജോലി. എത്രയായിരം ഇപ്പം ഞാൻ ഏറ്റവും അവസാനം മുകേഷ് അംബാനി അവിടെ ഒരു $300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തൊരു ഒരു ഓയിൽ റിഫൈനറി ടെക്സാസിൽ തുടങ്ങിയിട്ടുണ്ട്. അത് എന്തിനാ? അപ്പൊ അവരെ കൊള്ളൂല. പിന്നെ ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ട് സാറേ പോണേ അവരെ കൊള്ളൂലെന്നല്ലല്ലോ പറയുന്നത്. അവരെ കൊള്ളൂല. അമേരിക്ക എന്ന രാജ്യത്തോടല്ല നമ്മുടെ പ്രശ്നം. ചർച്ചയിൽ കംപ്ലീറ്റ് അമേരിക്ക സാറേ ഒരു സെക്കൻഡ്, അമേരിക്ക എന്ന രാജ്യത്തോടല്ല പ്രശ്നം. അവിടുത്തെ വാർഹംഗ്രിയായ യുദ്ധക്കൊതിയന്മാരോടാണ് പ്രശ്നം. ഇതിങ്ങനെ തന്നെ വന്നേക്കണേ. അവര് അല്ല സാർ ഒരു സെക്കൻഡ്, അമേരിക്കയോട് ആർക്കാ പ്രശ്നം? അമേരിക്കൻ ജനത ഇന്ത്യൻ ജനത എന്നും സൗഹാർദ്ദമാണ്. ഞാൻ പറയണേ, നമ്മൾ ഈ പ്രശ്നമാക്കലുകാരാ. നമ്മൾ ലോകത്തിലെ എല്ലാ കാലത്തും ഈ പ്രശ്നമാക്കലേ നമുക്കുള്ളൂ, വേറെ ഒന്നുമില്ല. അതിനപ്പുറം നമ്മൾ നീതിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഇറാഖ് നമുക്ക് യുദ്ധത്തെ നമ്മൾ അംഗീകരിക്കാത്തത്. പറഞ്ഞില്ല. താങ്കൾ ഇറാഖ് യുദ്ധത്തെ ഇന്നത്തെ അല്ലല്ല ഒരു സെക്കൻഡ്, താങ്കൾ ഇറാഖ് യുദ്ധത്തെ അംഗീകരിക്കുന്നുണ്ടോ? എന്ത്? ഇറാഖിലെ യുദ്ധത്തെ അംഗീകരിക്കുന്നുണ്ടോ? അമേരിക്ക പച്ച കള്ളം പറഞ്ഞ് ഇറാഖില് മാരകായുധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ആ രാജ്യത്തെ ആക്രമിച്ച് അവിടുത്തെ 5 ലക്ഷം ആൾക്കാരെ കൊന്നു. സദാം ഹുസൈൻ എന്ന് പറഞ്ഞ ആ പല കളർഫുൾ ആയിട്ട് പുള്ളി അവൻ ചെയ്തോണ്ടിരുന്ന തന്നെ. സാറേ അയാളുടെ കയ്യിൽ മാരകായുധങ്ങൾ ഇല്ലായിരുന്നു. വരുമ്പോഴത്തേക്ക് ഉത്തര കൊറിയ സാറ് അനുകൂലിക്കേണ്ടി വരും. സാറേ ഞാൻ കാര്യം ചോദിച്ചോട്ടെ? അല്ലല്ല ഒരു സെന്റ് സാർ ചാടിപ്പോലെ ഒരു സെന്റ്. അതായത് സദാം ഹുസൈന്റെ കയ്യിൽ മാരകായുധങ്ങൾ ഇല്ലായിരുന്നു. സദാം ഹുസൈനെ കള്ളം പറഞ്ഞ് അമേരിക്ക കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? അഫ്ഗാനിസ്ഥാനിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അത് എന്തിനു? രാസായുധങ്ങളാണോ? രാസായുധങ്ങൾ ഇല്ലായിരുന്നു. ആണോ? ന്യൂക്ലിയർ ആയുധങ്ങളാണോ? രാസായുധങ്ങൾ ഇല്ലായിരുന്നു. ഒരു ആയുധങ്ങളും ഇല്ലെന്ന് സാർ വായിച്ചില്ലേ? അതായത് സദാം ഹുസൈന്റെ കയ്യിൽ ഒരു മാരകായുധങ്ങളും ഇല്ലായിരുന്നു. അമേരിക്ക പച്ച കള്ളം പറഞ്ഞ് ആക്രമിച്ച് 5 ലക്ഷം ആൾക്കാരെ കൊന്നു. ഈ അമേരിക്കയാണ് യഥാർത്ഥത്തിൽ അവിടെ ഐസിസിന് വളരാൻ സ്പേസ് ഉണ്ടാക്കിയത്. അത് ഞാൻ പറഞ്ഞതല്ല, അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതാണ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണ് ഇറാഖ് വാർ. അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചിട്ട് എന്തായി? 20 വർഷം ആ നാട് മുടിച്ചു. അവസാനം താലിബാൻ തന്നെ ഭരിക്കുകയല്ലേ ഇപ്പോ? അമേരിക്കയുടെ പ്രസിഡന്റുകൾ എടുക്കുന്ന തെറ്റായ നിലപാടുകളെ നമ്മൾ വിമർശിക്കണ്ടേ? അവിടെ അമേരിക്കൻ ഭരണാധികാരികളെ കൊണ്ടാക്കുന്നു അമേരിക്ക പറഞ്ഞിട്ടില്ലായിരുന്നു. അയ്യോ, പിന്നെ എന്തിനാ അഫ്ഗാനിസ്ഥാനിലോട്ട് പോയത്? 20 വർഷം കഴിഞ്ഞ് അമേരിക്ക അവിടെ നിന്ന് തോറ്റോടി. ആവശ്യങ്ങൾ എന്താ ആവശ്യം? അങ്ങനെ അമേരിക്കയുടെ സൗകര്യം വെച്ചാണോ ലോകം, അങ്ങനെ അമേരിക്കൻ സൗകര്യം വെച്ചാണോ ലോകം ജീവിക്കേണ്ടത്? ചിലപ്പോ ഇപ്പൊ നിലവിലിപ്പോ കാഴ്ചപ്പാടിൽ അങ്ങനെ വേണ്ടി വരുവാ. അയ്യോ സാറേ, അങ്ങനെ അടിമത്തം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയെ ജീവിക്കേണ്ടി വരുമായിരുന്നു. നമ്മളെ അമേരിക്ക ഉടമയും നമ്മൾ അടിമയും അല്ല. ഇവിടെ നിൽക്കെ ഇന്ത്യ ജനാധിപത്യ സംഭവവാസങ്ങളെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ആ അടിമത്തത്തിന്റെ ഒരു രീതി ഇപ്പോഴും കാണുന്നില്ല. നമ്മുടെ ഇവിടെയുള്ള മേലാളന്മാര് നമ്മളെ പലരെ അടിമകളാക്കി വെച്ചിട്ടുണ്ടല്ലോ. സാറേ അങ്ങനെ അടിമ കിടക്കരുത്. സാറിന് അടിമയെ തോന്നുമെങ്കിൽ അതിനെതിരെ പ്രതികരിക്കണോ? അതിനാണ് ജനാധിപത്യം. ഇല്ലെങ്കിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയായിട്ട് ജീവിച്ചാൽ പോരെ. ഇവിടുത്തെ ജനാധിപത്യം, ഇവിടുത്തെ നിയമം എന്തെല്ലാം. ഞാനിപ്പോ
ഈ നിയമപ്രശ്നങ്ങൾ ഇവിടെ നമ്മളെ ഒരു നിശ്ചിത ലെവൽ കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് സാമ്പത്തിക ഉന്നമനമുള്ളവനെ മാത്രം അവൻ മുന്നിൽ നിൽക്കുകയും അല്ലാത്തവരെ അടിച്ചൊതുക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടല്ലോ. അമേരിക്കക്കാരെ കാണുന്ന എന്തിനാണ്? സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഈ നാട്ടിൽ അവകാശമില്ലേ? സാറിന് അങ്ങനല്ലേ ഞാനിപ്പോ ഇലക്ഷൻസ് എനിക്കിപ്പോ വരുന്നത്? ഫോണിൽ പറയാൻ അങ്ങനല്ലേ പറ്റില്ല. സ്വാതന്ത്ര്യം വരുന്നത്? സാറിനുണ്ടായ അനുഭവങ്ങളും അത് അയ്യോ ജനാധിപത്യപരമാണ് അതോ ആണോ? അതിനെ എതിർക്കാനുള്ള സ്പേസ് ഈ നാട്ടിൽ തന്നെയല്ലേ? അത് താങ്കൾ അറിഞ്ഞത് ഈ നാട്ടിൽ അപ്പൊ തന്നെയല്ലേ? നമുക്ക് അമേരിക്കയിലേക്ക് താങ്കൾ പോകേണ്ട ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം സാറിനുണ്ടായ അമേരിക്കയിലെ സാഹചര്യങ്ങൾ ഭരണകൂടം ചെയ്യുന്ന ജനാധിപത്യപരമാണ്, തെറ്റുകളെ ചെയ്യാവുന്ന കാര്യങ്ങളാണോ? അയ്യോ അതിനെന്താ ഞാൻ പറഞ്ഞ അത് പ്രതിഷേധിക്കാനുള്ള ഈ നാട്ടിൽ ജീവിക്കുന്ന എനിക്ക് ഭാഗ്യമാണ്. ഇന്ത്യക്കാരനായത് എനിക്ക് അഭിമാനമാണ്. നമ്മൾ എന്തിനായി അമേരിക്കയുടെ തെറ്റായ നയങ്ങളെ അനുകൂലിക്കുന്നത്? തെറ്റായ അമേരിക്ക നയങ്ങളൊന്നും ഇറാഖിനെ ആരും കൊളവാക്കി, അനുകൂലിക്കുന്നില്ല. അമേരിക്ക പക്ഷെ ശരിയായ ഇറാഖിനെ നയങ്ങളെ കൊളവാക്കി, അഫ്ഗാനിസ്ഥാനെ അവരെടുത്തിരിക്കുന്ന ശരിയായ കൊളവാക്കി. നയങ്ങളെ തള്ളിക്കളയാനും പറ്റൂല. സാറേ തെറ്റായ അവരൊന്നും നയങ്ങളൊന്നും ശരിയായ ആരും നയങ്ങളെ ആരും അനുകൂലിക്കുന്നില്ല, എതിർക്കുന്നില്ലല്ലോ. ആരും അനുകൂലിക്കാൻ പറ്റുമെന്നില്ല. ശരിയായ നയങ്ങളെ ശരിയായ നയങ്ങള് നമ്മളത് അംഗീകരിച്ചേ ഇറാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ദ്രോഹം നമുക്ക് ഇന്ത്യക്ക് ചെയ്തിട്ടുണ്ടോ? ബാക്കി അയൽ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹങ്ങൾ ഈ ചെയ്തിട്ടുണ്ടോ? ദ്രോഹം ചെയ്തിട്ടില്ല. നമുക്ക് ഉപദ്രവമല്ല, അത് ഉപകാരം ചെയ്തേക്കുന്ന കാര്യങ്ങളും അയ്യോ ഉണ്ട്. നമ്മുടെ ഇന്നലെയും കൂടെ നമ്മുടെ കപ്പൽ വിട്ടു, യാതൊരു തിരിച്ചൊന്നും ചോദിക്കാതെ. ഇന്ത്യയുടെ ബി ജെ പിയുടെ മന്ത്രിയായ സാറ് അമേരിക്കക്കാരന്റെ അടുത്ത് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിച്ച കാര്യം പറഞ്ഞു. അത് പണം കൊടുത്താ ഇറാനിൽ നിന്ന് നമുക്ക് സൗജന്യമായിട്ട് വല്ലതും തരുന്നുണ്ടോ? എന്നാൽ കൃത്യമായിട്ട് സാർ അറിഞ്ഞോളൂ, ഇറാൻ തിരിച്ചൊന്നും മേടിക്കാതെ ഇന്ത്യയുടെ കപ്പലുകളെ പോകാൻ അനുവദിച്ചു എന്ന് ഇന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. സാറിന് എടുത്തു നോക്കാം. ഗ്യാസ് നമ്മളുമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളുടെ ബന്ധമുള്ള രാജ്യമാണ് ഇറാൻ. ഇന്നിപ്പോ നമുക്ക് വിട്ടേക്കണ ഗ്യാസ് ടാങ്കർ ഇറാനിയനല്ലോ, ഖത്തറിൽ നിന്ന് വന്നേക്കണല്ലേ. ആ ഹോർമുസിന്റെ കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകൾ യാത്ര ചെയ്യാൻ യാതൊരു പ്രശ്നവും. ഹോർമുസ് ഇറാൻ അടച്ചു കഴിഞ്ഞാൽ 9 ഹോർമുസ് തുറക്കാനുള്ള സംവിധാനം ലോകത്തിലെ മറ്റു പല രാജ്യങ്ങൾക്കും. പിന്നെ എന്തിനാ ബുദ്ധിമുട്ടുന്നത്? ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും. ഹോർമൂസ് അടച്ചിട്ടതിന്റെ പേരിൽ അമേരിക്ക എന്ന രാജ്യത്തിന് എന്തെങ്കിലും എണ്ണയിൽപ്പെട്ട കാര്യങ്ങൾ അവർക്ക് തടസ്സമായിട്ട് വരുമ്പോഴത്തേക്കും ഹോർമൂസ് തന്നെ തുറക്കും. അത് തുറക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. അമേരിക്കക്ക് ഇങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിലേ ഇതുവരെ അമേരിക്ക യുദ്ധത്തിൽ ജയിക്കാത്ത എന്താ? കഴിവുള്ളവരാ. ഇറാന്റെ പകുതി ആയുധബലമില്ലാത്ത അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക തോറ്റ എന്തുകൊണ്ടാ? അഫ്ഗാനിസ്ഥാന്റെ പകുതിയുടെ പകുതി ബലമില്ലാത്ത വിയറ്റ്നാമിൽ തോറ്റ എന്തുകൊണ്ടാ? ഈ ചാനൽ ചർച്ചയിൽ നിങ്ങൾ ഓരോരുത്തരും ഇരുന്ന് പറയണതാ. 800-നും 750-നും ഇടയ്ക്ക് മിലിറ്ററി എയർബേസുകളുള്ള രാജ്യം. അവിടെ കൊടുത്തിരിക്കുന്ന ആയുധങ്ങൾ 2-3 എയർബേസിലെ ആയുധങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാവുന്നു. കഴിഞ്ഞതിൽ പിന്നെ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ ലോകത്തിൽ ഏറ്റവും ശ്രദ്ധ ചെലുത്തിയ രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയും ടോപ്പ് അമേരിക്കയാണ്. അങ്ങനെ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളുടെ അടുത്ത് നമുക്ക് ഇനി 100 കൊല്ലം കഴിഞ്ഞാൽ എത്താനൊക്കില്ല. അതുകൊണ്ട് നമ്മൾ പേടിച്ച് ജീവിക്കണോ? അതുകൊണ്ട് നമ്മൾ നമ്മൾ ചാടി നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിൽ ഏതാണ്ട് 86 മണിക്കൂർ കൂടി യുദ്ധം ചെയ്ത് ഏതാണ്ടൊക്കെ വലിയ നേട്ടമൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. നമ്മൾ ബ്രിക്സിലേക്കും ചാടി. നമ്മുടെ ശത്രു ചൈനയാണ്. അന്ന് ചൈന ഉപയോഗിച്ച ആയുധങ്ങളൊക്കെ മോശമാണെന്ന് പറഞ്ഞ നിങ്ങളെ പോലുള്ള ആൾക്കാർ തന്നെ ഇപ്പൊ ഇറാനിൽ ചൈനീസ് ആയുധങ്ങൾ കൊണ്ട് ഇറാൻ അമേരിക്കയെ തുരത്തു എന്ന് പറയണ്ടല്ലോ. അതേ ചാനൽ ചർച്ചയിൽപ്പെട്ട ആൾക്കാരാണ് അന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ചൈന പാകിസ്ഥാൻ കൊടുത്ത ഒരായുധവും കൊള്ളൂല്ലോ, നിലവാരം കുറഞ്ഞാന്ന് പറഞ്ഞ് നമ്മുടെ ബ്രാഹ്മോസ് ആണ് അതിനെയൊക്കെ തകർത്തെന്ന് പറഞ്ഞിട്ട് അതേ ചൈന ഇറാൻ ആയുധം കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ക്വാളിറ്റി കൂടണം. എങ്ങനെയാ? അല്ല, ക്വാളിറ്റി കൂടുന്നൊന്നുമല്ല. ഇറാനെ എന്തുകൊണ്ടാണ് റഷ്യയും ചൈനയും പിന്തുണയ്ക്കുന്നത്? കാര്യം ഇറാൻ അന്യായം നേരിടുന്നു. റഷ്യയും ചൈനയും ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളാണ്. റഷ്യയും ചൈനയും ആരെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും അതും അമേരിക്ക ഇങ്ങനെ എന്തെങ്കിലും നേട്ടങ്ങൾ ബന്ധപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതേ നേട്ടങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയ ഈ സംവാദങ്ങളൊക്കെ TV ചാനലൊക്കെ പറയണ്ട. ഉക്രൈനിൽ അവര് മനുഷ്യരല്ലേ? അവര് നമ്മുടെ 1000-ഓളം പിള്ളേരോടെ പഠിച്ചോണ്ടിരുന്ന ഇപ്പോഴത്തെ സ്ഥിതി എന്നാ? അല്ല, എന്തുകൊണ്ടാ? ആര് വീക്കാണോ അവരെ പിന്തുണയ്ക്കാണ് ഇന്ത്യയുടെ നിലപാട്. ഇടതുകൈ വീശാന്ന് തുടങ്ങും. ലോകത്തിലെ അണുവായുധങ്ങൾ അവൻ 4000 അണുവായുധങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് ലോകം നശിപ്പിച്ചാൽ ഒരു ബട്ടൺ അവർത്തിയാൽ നശിക്കുമെന്നും പറഞ്ഞ ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ പറ്റിച്ചോണ്ടിരിക്കണം. ഈ വ്ളാഡിമിർ പുടിന്റെ ഉക്രൈനെ അവൻ നശിപ്പിക്കാൻ തുടങ്ങേണ്ട കാരണമില്ല. അതിന് തീരുമാനമാകുന്നില്ലല്ലോ. അയ്യോ, തീർച്ചയായും തീരുമാനം ആവണ്ടേ? അങ്ങ് പറയുന്നത് 100% കറക്റ്റാണ്. ഉക്രൈന്റെ ജനതയോടൊപ്പം നമ്മൾ നിൽക്കേണ്ട കാര്യം അവരാണ് ദുർബലം. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരൊറ്റ പൈസയുടെ എനിക്ക് ഒരു ഞാൻ ദുബായിൽ പോയി 2 വർഷം ജീവിച്ചു എന്നുള്ളത് ശരി. അറബികളുടെ ശരിക്കും ഞങ്ങളുടെ കമ്പനിയുടെ ഉടമ അറബാബയായിരുന്നു. ആ തെണ്ടി നമ്മളോട് കാണിച്ച സമീപനം നമുക്കറിയാവുന്ന അറബി. നല്ല സൂപ്പർ ആൾക്കാരുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു. നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത് അവരുടെ നാടുകളിലല്ലേ? ഏറ്റവും നല്ല അനുഭവങ്ങളല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളത്? ഞാനിപ്പോ നമുക്കൊരു സ്വയം പര്യാപ്തത കൈവരിക്കണം. ഇവിടെ വിളിച്ചു ചോദിച്ചല്ലോ ആൾക്കാരൊക്കെ. ഇവിടെ മറ്റേ ടാങ്കർ ഇങ്ങോട്ട് 2 ടാങ്കർ ത്രിവർണ്ണ പതാക വെച്ച് ഇങ്ങോട്ട് വന്നിട്ടല്ലോ.
1975 സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് അമേരിക്കയിൽ ജെറാൾഡ് ഫോർഡ് ഒപ്പിട്ടു. ഡിസംബർ 22 ഡിസംബർ 22 സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ആ നിയമം ഒപ്പിട്ട് പാസ്സാക്കി. നമ്മൾ ഇപ്പോഴല്ല നമ്മൾ ജീവിതത്തിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരു വലിയ ആണുങ്ങളോട് നമ്മൾ ഇതുവരെ യുദ്ധം ചെയ്തിട്ടില്ല. നമ്മൾ ഈ പാകിസ്ഥാനിന്റെ ഉടുതുണിക്ക് മറുപടിയില്ലാത്ത കുറെ പേരുമായിട്ട് ഏതാണ്ടൊക്കെ കാണിച്ചു എന്ന് പറയണല്ലാതെ നല്ല ശക്തരായ രാജ്യത്തോട് നമ്മൾ യുദ്ധം ചെയ്തിട്ടില്ല. പ്രകൃതികളുടെ ഗതികൾ അനുഭവിച്ചല്ല. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ട് നമ്മൾ ഇവിടെ ഈ അവസ്ഥയിൽ നമുക്ക് സ്വയം പര്യാപ്തത പല കാര്യങ്ങളും കൈവരിക്കാൻ പറ്റാതെ ബ്രിട്ടീഷുകാരോട് പോരാടി ജയിച്ചില്ലേ? ബ്രിട്ടീഷുകാരോട് പോരാടെ അതൊക്കെ അതിന്റെ കാലം പോയി. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആ ഒരു കാർഷിക വിപ്ലവം, ഇന്റൻസീവ് കൾട്ടിവേഷൻ, ഞാൻ ആ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളത് ഇന്റൻസീവ് കൾട്ടിവേഷൻ. എൻ്റെ ഫാദർ വാങ്ങിച്ച പാടങ്ങളിൽ ഞാൻ കൃഷി ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഡോക്ടർ MS സ്വാമിനാഥനെയും ഒരു അമേരിക്കൻ കാർഷിക സയന്റിസ്റ്റും തൈവാന്റെ സയന്റിസ്റ്റും കൂടി സിംഗപ്പൂര് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടുപിടിച്ച 5008 വിത്ത് ഞാൻ എൻ്റെ പാടത്ത് വിതച്ച് 28 ദിവസം കൊണ്ട് കൾച്ചർ 28 അന്ന് വിതച്ച് കൊയ്തെടുത്തിട്ടുള്ളതാണ്. ഇന്ദിരാഗാന്ധി അന്ന് ഇന്ത്യയിൽ വ്യവസായത്തിന് വൈദ്യുതി ഇല്ല. ഡീസൽ പമ്പ് സെറ്റ് കിർലോസ്കറിന്റെയും അതുപോലെ ജനറൽ ഇലക്ട്രിക്സിന്റെ ഒക്കെ ഡീസൽ പമ്പ് സെറ്റ് ഗ്രാമാന്തരങ്ങളിൽ വെച്ച് അങ്ങനെ കൃഷി ചെയ്ത് കൃഷിയെ സമ്പന്നമാക്കി നമ്മുടെ രാജ്യത്ത് സ്വയം പര്യാപ്തതയിൽ എത്തിച്ച നമ്മുടെ ഇന്ദിരാഗാന്ധിയെ പോലുള്ള പ്രധാനമന്ത്രിമാർ ഭരിച്ചിരുന്ന ഒരു രാജ്യത്താണ് നമ്മളിപ്പോൾ. നമ്മൾ 2 ദിവസത്തെ റിസർവ് 3 സ്ഥലത്താണ് നമുക്കൊരു റിസർവ് ഉള്ളത്. 5.33 മില്യൺ ബാരൽ. അത് ഒരു ദിവസം അത്രയും തന്നെ നമ്മൾ തിരിച്ചെടുക്കുകയും ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞാലെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്കിപ്പോ അമേരിക്കക്കാരും ഇറാൻകാരനൊക്കെ പെടും. നമ്മുടെ രാജ്യത്തിന്റെ നോക്കേണ്ട കാര്യം. എന്റെ ചോദ്യമേ, നമ്മൾ ഇതൊക്കെ കൊണ്ട് ഇറാനെ എന്തിനാ എതിർക്കുന്നേ? ഇറാനെ ഇറാനിൽ നമ്മൾ പല രാജ്യങ്ങളും എതിർക്കേണ്ട കാര്യമുണ്ട്. പാകിസ്ഥാനെ നമ്മൾ എന്തിനാ എതിർക്കണം? പാകിസ്ഥാനെ എതിർക്കണം. പാകിസ്ഥാനും ഇന്ത്യ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇറാനും ഇന്ത്യ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. ഈ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് യുദ്ധം ഉണ്ടാകേണ്ട. ഈ 60-65 വർഷമായിട്ട് പട്ടാള ഭരണത്തിലിരിക്കണം പാകിസ്ഥാൻ. നമ്മളും പാകിസ്ഥാനും സ്വാതന്ത്ര്യ സമരകാലത്ത് എങ്ങനെയായിരുന്നു പറഞ്ഞു വരുമ്പോൾ ഇനി അതും പോകണം. മുഹമ്മദ് അലി ജിന്ന, പാകിസ്ഥാൻ രാഷ്ട്രപിതാവ്, നമ്മള് ഈ ആൾക്കാരെല്ലാവരും കൂടെ തോളോട് തോള് ചേർന്ന് സമരം ചെയ്ത് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് ഓടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായിരുന്നു അതിന്റെ കാര്യങ്ങൾ? നമ്മളാണോ ചതിച്ചത്, അവരാണോ ചതിച്ചത്? രണ്ടുപേരും അല്ല ചതിച്ചത്. നമ്മുടെ നാട്ടിലെ ഹിന്ദു മുസ്ലിം സ്പർദ്ധ കാരണം ഈ സംഭവത്തിൽ അമേരിക്കയ്ക്ക് ബന്ധമൊന്നുമില്ലല്ലോ. അമേരിക്ക ബന്ധമൊന്നുമില്ല. നമ്മുടെ രാജ്യത്ത് നടന്നതല്ലേ? നമ്മുടെ രാജ്യത്തെ ഈ ഗൾഫിലുള്ള ഇപ്പൊ ഞാൻ പറയണ ഇത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. സാറിന് വിലയേറിയ സമയം എനിക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പറയാമോ? അങ്ങനെ എന്താ ഇറാനോട് ദേഷ്യം? ഞാൻ പറഞ്ഞ ഈ മന്ത്രി ഷായുടെ ജിമ്മി കാർട്ടറുടെ കാലത്ത് ഒരു ഇറാനിൽ പ്രശ്നം ഉണ്ടായല്ലോ. ജിമ്മി കാർട്ടർ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പ്രശ്നം ഉണ്ടായി. അന്ന് ഈ ഷായെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. പിന്നെ ആയത്തുള്ള കൊമേനി പരമോന്നത നേതാവ് കയറി. ഈ പരമോന്നത നേതാവ് ആഭ്യന്തര കലഹം ഉണ്ടാക്കിയ സമയത്ത് കുറച്ചു പേരെങ്കിലും അവിടെ കൊന്നിട്ടുണ്ട്. ആഭ്യന്തര കലഹമല്ല, അതൊരു ഇസ്ലാമിക വിപ്ലവമാണ്. ആഭ്യന്തര അത് പണ്ട് ഈ 2 മാസം മുമ്പ് നടന്ന കാര്യങ്ങളാണ്. അവിടെ അത് അമേരിക്കക്കാരെ ചാരി സ്വന്തം പൗരന്മാരെ വെടിവെച്ചു. ആ മണ്ണിനടുക്കി എടുക്കുന്ന ഇപ്പോ 4% പക്ഷേ അതിന്റെ പേര് ജനതയുടെ അല്ലേ സ്വത്ത്. സാർ, ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ, അവരുടെ ഇടയിൽ പ്രശ്നം കാണും, നമ്മുടെ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം കാണും. എന്നാൽ മൂന്നാമതൊരാൾ കയറി നമ്മുടെ രാജ്യത്തെ അടിക്കുന്നത് ശരിയാണോ? ഇനി അമേരിക്ക ആ രാജ്യത്ത് ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണോ അടിച്ചത്? അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുന്നത് ഇറാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനാണോ? ഓടി വന്ന് ജനാധിപത്യം പുനഃസ്ഥാപിച്ചല്ല. ഇവിടെ ഇപ്പൊ ചാനൽ ചർച്ചയിലെല്ലാം പറഞ്ഞല്ലോ ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിനോട് ചേർന്നാ വന്നത്. ഹോർമൂസ് കടലിൽ അടയ്ക്കുമ്പോൾ ഇറാൻ ഭയങ്കര പ്രശ്നമാക്കി, മറ്റു രാജ്യങ്ങൾക്ക് അനങ്ങാൻ പറ്റില്ല. ഈ കാർഗ് ഐലൻഡ് സുവർണ കേന്ദ്രം എന്നാ പറഞ്ഞത്. ആ കാർഗ് ഐലൻഡ് തകർക്കും എന്നുള്ളത് ഇവിടെ ഒരു ചാനലുകാരും ആദ്യം പറഞ്ഞില്ലായിരുന്നല്ലോ. അത് US രീതിയിലുള്ള മെഷീനറികൾ ഉപയോഗിച്ച് അന്ന് പമ്പിങ് നടത്തിയതും പമ്പിങ്ങിനുള്ള എല്ലാ സംവിധാനങ്ങളും അമേരിക്കയിലെ ഷെല്ല് എന്ന് പറയുന്ന കമ്പനി, അങ്ങനെ 1-2 കമ്പനികളാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് എന്റെ ചോദ്യം, വർഷങ്ങൾക്ക് മുൻപ് ഈ കമ്പനികളെല്ലാം സ്റ്റാർട്ട് ചെയ്ത്, ഈ പമ്പിങ് സ്റ്റാർട്ട് ചെയ്ത് എണ്ണ വിറ്റിട്ട് ഈ പണം മുഴുവൻ അമേരിക്കയിലേക്കാണോ പോയത്? പിന്നെ എങ്ങോട്ടാ പോയത്? ഇത് നാഷണലൈസ്ഡ് ആക്കിയപ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യും? അവര് മുതൽ അവിടെ ഇല്ലേ? അതെ. അപ്പൊ അവര് എണ്ണയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുകയല്ലേ? എണ്ണയുടെ പേരിലല്ല ഞാൻ പറയണ. ഈ പൊട്ടന്മാരാണോ ഇറാനിലെ അവന്മാരെ പോലെയാണോ സൗദിയിലെ
ഈ ക്രൗൺ പ്രിൻസിന്റെ ഇപ്പോഴത്തെ അവന്റെ ഫാദർ ഇരുന്ന സമയത്ത് UAE-യിലും അങ്ങനെ തന്നെ സായിദ് ബിൻ അൽ നഹിയാൻ എന്ന് പറഞ്ഞ 72-ലൊക്കെ ഇരുന്ന ഭരണാധികാരികൾ, മറ്റെല്ലാ ഖത്തറിലെ അമീർ, അങ്ങനെ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇത്രയും ബന്ധം അമേരിക്കയായിട്ട് വരാൻ പറ്റില്ല. അമേരിക്ക പ്രശ്നക്കാരനാണ്. പിന്നെ ഈ മുഴുവൻ എണ്ണ നോക്കിയാണ്, അല്ലെങ്കിൽ ഇറാനിലും മധ്യപൂർവ്വേഷ്യയിലുള്ള മുഴുവൻ എണ്ണപ്പാടം കണ്ടാണ് അമേരിക്ക ഇടപെട്ടെന്ന് പറഞ്ഞ് മറ്റു രാജ്യങ്ങൾ ഒന്നും പ്രശ്നമാക്കാത്തല്ല. ഈ എണ്ണപ്പാടം കണ്ടുകൊണ്ട് തന്നെയാണ് ഇടപെട്ടത്. ഇറാഖിൽ ഇടപെടുന്നത്, വെനിസ്വേലയിൽ ഇടപെടുന്നത്. സാറേ ഇറാൻ പ്രശ്നക്കാർ ഇറാനി തന്നെയാണ്. അമേരിക്കക്ക് ഇടപെടാൻ അധികാരം കൊടുത്തത്. മുസ്ലിങ്ങളില് നല്ലവരുണ്ട്, ഒരു വിഭാഗം വളരെ മോശമാണ്. ആ മോശക്കാർ ചെയ്തിരിക്കുന്ന ചെയ്തികൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. തിക്താനുഭവങ്ങൾ അനവധി ഉണ്ടാക്കിയിട്ടുള്ളവരാ അവര്. ഒരു ഉദാഹരണം ഞാനിപ്പോ ഉദാഹരിച്ച് പറയണമെങ്കിൽ എനിക്ക് സമയം എടുക്കും. ഉദാഹരിച്ചൊക്കെ പറയാം. അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും ഇവര് നല്ലവരാണെങ്കിൽ പിന്നെ ഞാൻ പറയണ മറ്റ് ഈ ഗൾഫ് രാജ്യങ്ങളെ, അമേരിക്ക, മറ്റേതെങ്കിലും രാജ്യത്തെ മട്ടയിട്ട് നോട്ടിട്ടില്ലല്ലോ. ഇസ്രായേൽ ആണെങ്കിലും ഇറാനെ മാത്രം കണ്ണുവെച്ചെന്നാ. എന്നാൽ ഇറാന്റെ എണ്ണ ഇഞ്ഞെടുക്കാം, അത് മാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ വെനിസ്വേലയിൽ ചെന്ന് അവിടുത്തെ വെനിസ്വേല മഡൂറോ ഈ മറ്റേ ഷാവേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, അവിടെ എന്താ കമ്മ്യൂണിസ്റ്റ് നേതാവ്, അയാളെന്താ പറഞ്ഞത്? ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ കംപ്ലീറ്റ്, ഞാൻ പല ചാനലിലും ഇതുപോലെ ചർച്ച ചെയ്യണവരോട് വിളിച്ച് പറഞ്ഞില്ല, കംപ്ലീറ്റ് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ കുപ്രസിദ്ധമാണ്. മയക്കുമരുന്നിന്റെ ഇടപാടുകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച രാജ്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ 90%. ഇവരുടെ നാട്ടിലേക്ക് മയക്കുമരുന്ന് വരും. ഇതിൽപ്പെട്ട ആൾക്കാരെല്ലാം US-ലുണ്ട്. ഏറ്റവും അത്യാധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളും കുടിയേറ്റ നിയമങ്ങളിൽ മറ്റ് മുൻ പ്രസിഡന്റുമാരിരുന്ന സമയത്തുള്ള അയവ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലും സുഖമായിട്ട് അവിടെ കയറി തിരിച്ച് കുടിച്ച് മതിച്ച് നടക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ സംവിധാനം അങ്ങോട്ട് മയക്കുമരുന്ന് കടത്തരുതെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു റീസൺ തന്നെയാ. അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ തലവനെ പോയി കൊണ്ടുവരുന്നത് മയക്കുമരുന്ന് കടത്തി ആ രാജ്യത്തിന്റെ തലവല്ല, അതിന്റെ ഏത് മയക്കുമരുന്നാ കടത്തി? ഇതൊക്കെ അമേരിക്കൻ പ്രൊപ്പഗാൻഡ അല്ലേ? അങ്ങനെ എല്ലാം പ്രൊപ്പഗാൻഡ. ഇറാഖിനെ ആക്രമിച്ച ശരിയായിരുന്നു. ഇറാഖിനെ ആക്രമിച്ച് 5 ലക്ഷം ആൾക്കാർ മരിച്ചു, 10,000 അമേരിക്കൻ സൈനികർ മരിച്ചു, ട്രില്യൺ കണക്കിന് ഡോളർ ചെലവായി, എന്ന് പറഞ്ഞാൽ ലക്ഷം കോടി ചെലവായി. ഇറാഖിനെ 85 ബില്യണോ 75 ബില്യണോ മറ്റേ അന്ന് ചെലവാക്കിയിട്ടുണ്ടെന്ന് പറയണു. അല്ലല്ല, ഇറാഖിന് ഇത്രയും കാലത്തെ ചെലവ് ക്യുമുലേറ്റീവ് ചെലവുണ്ട്. എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി ഉണ്ട്, ഞാൻ എടുക്കാം, പോട്ടെ. സാറിനോട് ഒറ്റ ചോദ്യം, ഇറാഖിനെ ആക്രമിച്ചത് തിരിഞ്ഞു നോക്കുമ്പോൾ ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായം? അതിൽ ശരിയായിട്ടുണ്ടെന്നേ. അതിൽ ശരിക്കേടല്ലോ, അത് തെറ്റല്ലേ? കംപ്ലീറ്റ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ഇനി മറ്റൊരു രീതിയിൽ പറയാം. എല്ലാ രാജ്യങ്ങളെയും അളവുപോലെ എന്നാന്നറിയോ, ഒരു മിസൈൽ ഉണ്ടാക്കിയ, ഇന്നൊരു എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചൊരു പയ്യൻ ഉണ്ടാക്കാവുന്ന സാധനം ഈ മിസൈൽ എന്ന് പറയുന്നത്. അതിന്റെ വലിയ കട്ടിയായ സാങ്കേതിക വിദ്യയൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും വലിയ ആനക്കാര്യമൊന്നുമില്ല. ഏത് മിസൈൽ ഉണ്ടായിക്കഴിഞ്ഞാലും അമേരിക്ക വരെ എത്തും. ഉത്തര കൊറിയ, അമേരിക്ക വരെ എത്താൻ പറ്റിയ ഇന്റർകോണ്ടിനെന്റൽ ബാലാസ്റ്റിക് മിസൈൽ ഞങ്ങൾ ഉണ്ടാക്കി. ഇനി അങ്ങ് എത്തിച്ചാൽ മതി. ഇറാഖിലോ അമേരിക്കയിലോ എത്താനുള്ള നമ്മളിപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യം സാർ അറിഞ്ഞിരിക്കാനല്ല, ഇറാഖിന്റെ അമേരിക്കയിൽ എത്താനുള്ള മിസൈൽ ഇല്ല, ഇറാന്റെ അമേരിക്കയിൽ എത്താനുള്ള മിസൈൽ ഇല്ല. കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞാണ്. ഇല്ലെന്ന് തെളിഞ്ഞില്ലേ? അമേരിക്കക്കാർക്ക് പോലും ഇല്ലെന്ന് തിരിച്ചറിവുണ്ട്. സാർ ഇപ്പൊ എന്നിട്ട് പറയുന്നത് ഉണ്ടെന്നാണോ? അമേരിക്കക്കാർക്ക് പോലും തങ്ങൾ ഇറാഖിൽ തെറ്റിപ്പോയിന്നും ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അഥവാ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കറക്റ്റ് ഒരു മലയാളമുണ്ട്. ഈ അല്ലല്ല WMD-കൾ ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ ആക്രമിച്ചത്. അതിന് കൃത്യം ഒരു മലയാളം കൂട്ടസംഹാരത്തിനുള്ള വെപ്പൺസ് ഉണ്ട്, അങ്ങനെയല്ല വേറൊരു മലയാളം ഉണ്ട്, പോട്ടെ. ഇതുണ്ടെന്ന് പറഞ്ഞാണ് അമേരിക്ക ആക്രമിച്ചത്. അതിനുശേഷം അവർ കണ്ടെത്തി അതൊരു കള്ളമായിരുന്നു, അതൊരു പച്ച കള്ളമായിരുന്നു, അങ്ങനെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഇല്ല എന്ന് കണ്ടെത്തി. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. ഇത് തെറ്റല്ലേ? എന്നിട്ട് അമേരിക്കക്ക് ഇറാഖ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? അഫ്ഗാനിസ്ഥാൻ കൊണ്ട് ഗുണമുണ്ടായോ? ഓർക്കുക, നമ്മുടെ കേരളത്തിന്റെ അത്ര മാത്രമേ ഉള്ളൂ വിയറ്റ്നാം, അവിടെ പോലും അമേരിക്ക തോറ്റു. കേരളത്തിന്റെ അത്രയേ ഉള്ളൂ വിയറ്റ്നാം. സിറിയയിലും ഇതേ രീതിയിൽ റഷ്യ ഇടപെട്ടല്ലേ? റഷ്യക്ക് തെറ്റാണ്. ആരിടപെട്ടാലും തെറ്റാണ്. അമേരിക്ക ഇടപെട്ടാലും റഷ്യ ഇടപെട്ടാലും തെറ്റാണ്. 100%. സാർ, ഇന്ത്യയുടെ മഹത്വം നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ ചെയ്യുന്ന കാര്യം മുഴുവൻ നമുക്ക് സപ്പോർട്ട് പറയേണ്ട കാര്യമൊന്നും നമുക്ക് അമേരിക്കയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്ന
വലിയ വൻ വ്യവസായികളും ഹൈടെക് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജിയിൽ ബന്ധപ്പെട്ട് നമ്മളെ നമുക്ക് വിദേശ നാണ്യം കിട്ടാവുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ നമ്മുടെ ഇവിടുന്ന് പോയ ജോലിക്കാര്, ലക്ഷക്കണക്കിന് ജോലിക്കാർക്ക് നല്ല രീതിയിൽ അവിടെ ജോലി എടുത്ത് സുഖമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയും പറഞ്ഞുകൊണ്ട് പോലും ഇരുന്നത് നമ്മൾ പറയുമ്പോ എങ്ങനെയാ പറയുന്നത്, ഇപ്പൊ സാറൊരു കാര്യം പറഞ്ഞില്ലേ, അത് ജോലി ചെയ്തിട്ടല്ലെന്ന്. ഇവിടെ അഭ്യസ്തവിദ്യരായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടൻ ചായ കുടിക്കാനില്ലാതെ നടക്കുന്നുണ്ട്. ഇന്ത്യയെ വേറെ രാജ്യങ്ങളൊന്നും വേറെ രാജ്യങ്ങളൊന്നും ഒരു ചാൻസ് ഇല്ലാത്ത. അമേരിക്ക പോണെങ്കിൽ വെച്ചാൽ അമേരിക്കയിൽ പോട്ടെ, അവര് സാമ്രാജ്യത്വവാദികളെ. നമ്മുടെ ആൾക്കാരല്ലേ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ആൾക്കാർ UK വർക്ക് ചെയ്യുന്നില്ലേ? അമേരിക്ക ചെയ്യുന്ന തെറ്റിനെ നമ്മൾ അതെങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്? ഇപ്പോഴല്ലേ അവർക്ക് നിയമപ്രശ്നങ്ങളും പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴല്ലേ ഇവിടെ ആൾക്കാർ ഒതുങ്ങാൻ തുടങ്ങിയേ. അതിന് മുൻപുള്ള കാര്യങ്ങളായിരുന്നു. ഒരു 70, 90, 20 വർഷം കൂട്ടിയാൽ മതി. ഈ 70, 90 കാലം 20 കഴിഞ്ഞ 20 വർഷം എത്ര ലക്ഷക്കണക്കിന് ആൾക്കാർ അമേരിക്ക പോയി സുഖലോലുപരായിട്ട് ജോലി നോക്കി. അമേരിക്കയെക്കാട്ടി കൂടുതൽ നമ്മുടെ ആൾക്കാർ മിഡിൽ ഈസ്റ്റിലല്ലേ വർക്ക് ചെയ്യുന്നത്? മിഡിൽ ഈസ്റ്റിലുണ്ട്. അമേരിക്കക്കാൾ കൂടുതൽ ആൾക്കാർ മിഡിൽ ഈസ്റ്റിലുണ്ട്. അപ്പൊ സാറിന് എന്താ എനിക്ക് അമേരിക്കൻ പക്ഷപാതം മനസ്സിലാവുന്നില്ല. നമ്മൾ തമ്മിൽ ഈക്വൽസിന്റെ ബന്ധമല്ലേ, സൗഹൃദ ബന്ധമല്ലേ, അല്ലാതെ അമേരിക്ക ഉടമയും നമ്മൾ അടിമയല്ലല്ലോ. നമ്മൾ ഈ അമേരിക്കയ്ക്ക് അടിമ നടക്കുന്ന എന്തിനാ? അടിമയൊക്കെ പോയില്ലേ? അടിമത്വമൊന്നും ഇല്ലല്ലോ. അടിമയൊക്കെ പോയി. നമ്മൾ ഈ അമേരിക്കയ്ക്ക് അടിമ നടക്കുന്ന എന്തിനാ? ആരും അടിമ കിടക്കണില്ല. അതൊക്കെ നമ്മൾ അമേരിക്കക്കാര് സൗജന്യം തന്നല്ലോ. ഗ്യാസ് ടാങ്കർ ഇങ്ങോട്ട് കടത്തി വിടാനായിട്ട് അവരുടെ അനുവാദം ചോദിച്ചതാരാ? നമ്മളാണോ? നമ്മുടെ ഗവൺമെന്റ് അല്ലേ ചോദിച്ചേ? അതെ, അത് തെറ്റല്ലേ? നമ്മൾ ആരുടെ എണ്ണ മേടിക്കണമെന്ന് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്? അവിടെയാണ് നമ്മൾ സ്വയം പര്യാപ്തത നേടണം. ഓരോ കാര്യങ്ങളിലും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാര്യം അത് തന്നെയാണ്. ഇത് 100% യോജിക്കുന്നു കേട്ടോ. നമ്മൾ റഷ്യയുടെ നിന്ന് മേടിക്കണോ അമേരിക്കയുടെ നിന്ന് മേടിക്കണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. പക്ഷെ അങ്ങയുടെ വാക്കുകളിലൊക്കെ ശ്രദ്ധിച്ചോ, അകാരണമായ ഒരു അമേരിക്കൻ അനുഭാവവും അകാരണമായ ഒരു ഇറാൻ വിരോധവുമാണ് കാണുന്നത്. അല്ലല്ല, നമുക്ക് ഒത്തിരി ബന്ധങ്ങളുണ്ട്. നമുക്കല്ല, ലോകത്തിലെ 195 രാജ്യങ്ങളുമായിട്ട് സാമ്പത്തികവും അല്ലാത്തപരമായ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളാണ്. നമ്മളാണ് അതിനകത്ത് തിരിഞ്ഞ് ഒരു ബ്രിക്സ് കറൻസിയുടെ പേരും പറഞ്ഞ് നമ്മൾ അതിനകത്ത് തിരിഞ്ഞത്. ശത്രുവായിരുന്നു ചൈന. പെട്ടെന്ന് ഒരു ദിവസം അമേരിക്കക്കാരെ അങ്ങ് മയപ്പെടുത്താൻ വേണ്ടി താരിഫ് കൂട്ടിയ സമയത്ത്, ഇതിനു മുമ്പ് കൂട്ടിയില്ലല്ലോ, ഒരു കൊല്ലം മുമ്പാണ് അത് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, ഈ താരിഫ് കൂട്ടിയ സമയത്ത് പെട്ടെന്ന് നമ്മൾ ബ്രിക്സ് കറൻസിയിലേക്ക് മാറി. ഇപ്പൊ കറൻസി അടിച്ചിറക്കി ഡോളറിനെ മൂല്യശോഷണം വരുത്താം, ഡോളറിനെ താഴെ ഇറക്കാം. ഇതൊക്കെ നമ്മുടെ ദുരുദ്ദേശപരമായ കാഴ്ചപ്പാടാണ്. ട്രംപിന്റെ തലതിരിഞ്ഞ നയങ്ങളല്ലേ? നമ്മൾ ട്രംപിന് അടിമയാണോ? അയാൾക്ക് തോന്നുമ്പോ ഇഷ്ടമുള്ള നീതി കൂട്ടാൻ അവരുടെ മുതൽ മറ്റു രാജ്യങ്ങളെ തീറ്റിക്കേണ്ട കാര്യമില്ലല്ലോ. നാറ്റോയിൽപ്പെട്ട സഖ്യകക്ഷികളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി സ്വന്തം ചെലവില് രാജ്യത്തിന്റെ സുരക്ഷിതത്വം സ്വന്തം ചെലവിൽ നോക്കണമെന്ന് ട്രംപ് പറഞ്ഞ എന്തുകൊണ്ടാ? കുറെ തിന്നു ലോക രാജ്യങ്ങൾ അമേരിക്കയുടെ പണം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ തെറ്റായ നയങ്ങൾ കൊണ്ട് ലോകത്തിന്റെ എത്ര ഭാഗങ്ങളാണ് പ്രശ്നം ഉണ്ടായത്? ഇതുകൊണ്ട് അമേരിക്കക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? അവരെ ശരിയായ നയങ്ങളും വേണം. നമുക്ക് എത്രമാത്രം കാര്യങ്ങൾ, ഞാൻ നമ്മള് വലിയ ആൾക്കാരാണെങ്കിൽ 69 കാര്യങ്ങളിൽ ഉപരോധം ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ രാജ്യമായിട്ട്. നമുക്കൊരു ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ ആദ്യം തുമ്പയിൽ നമ്മുടെ APJ അബ്ദുൽ കലാം സാർ ഒരു ബനിയനിട്ട് ഒരു സൈക്കിളിൽ പുറകിൽ വെച്ച് കെട്ടിക്കൊണ്ടുപോയ സൗണ്ടിങ് റോക്കറ്റ് നമ്മളുണ്ടാക്കിയതല്ല. നമ്മൾ അവിടെ മുതൽ തുടങ്ങി. സാഹിബിന്റെ കൈ ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് സൗജന്യം ചോദിച്ചുകൊണ്ടിരിക്കാൻ അവിടെ മുതൽ നമ്മൾ തുടങ്ങിയായിരുന്നു. അത് അമേരിക്കയിലെ ഫോർഡ് എയ്റോസ്പേസ് കമ്മ്യൂണിക്കേഷൻ കോർപ്പറേഷന്റെ സൗണ്ടിങ് റോക്കറ്റാണ് ആദ്യമായിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാം തിരുവനന്തപുരത്ത് തുമ്പ ഇക്വറ്റോറിയൽ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ട് അവിടെ വെച്ചു. അവിടെ മുതല് ആ രീതിയിലുള്ള ബന്ധങ്ങൾ, ബഹിരാകാശ ഗവേഷണത്തിലുള്ള രംഗങ്ങൾ, നമുക്ക് ഒരു യാത്ര ചെയ്യാൻ ഞാൻ അങ്ങനെ പറയുള്ളൂ, എല്ലാം അതിന്റെ അടിസ്ഥാനപരമായിട്ട് നോക്കണം. നമ്മുടെ സ്വന്തം രാജ്യത്തുണ്ടാകാത്ത എത്ര യാത്രാ വിമാനങ്ങളിലും നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ലക്ഷക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യാറുണ്ടല്ലോ ഇൻഡിഗോയിൽ. ആ യാത്രാ വിമാനങ്ങൾ ഒരെണ്ണം മുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ചൊറിച്ചിലാണല്ലോ, പോച്ചിലാണല്ലോ. വിമാനം പോയി, അപ്പൊ ആ വിമാനം റദ്ദ് ചെയ്തു, ഈ വിമാനം നമ്മൾ യാത്രാ വിമാനം എത്രയാണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം സാധനം സ്വന്തമായിട്ടുള്ള ഒരാണി പോലും ഒരു സാധനം നമുക്ക് വേണ്ട മനുഷ്യന് വേണ്ട അമേരിക്ക നമുക്ക് ചാരിറ്റി തരുന്നതല്ല. നമ്മുടെ 10,000 ഹോസ്പിറ്റലുകളിൽ ഇരിക്കുന്ന ഈ CT സ്കാനർ, MRI, PET സ്കാനർ,
അങ്ങനെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്തു വെച്ചേക്കണേ. ഇലക്ട്രോണിക്സ് രംഗത്ത്, ഏത് രംഗത്ത് വന്നാലും അവരുടെ സാന്നിധ്യവും അവരുടെ കരസ്പർശനവും ഇല്ലാത്ത എന്ത് മേഖലയാണ് നമുക്കുള്ള ഇന്ത്യയിലുള്ള. സാറേ അതുകൊണ്ടാണ് ഇതൊന്നും അമേരിക്കക്കാര് നമുക്ക് ഔദാര്യത്തിന് തരുന്നതല്ല, നമ്മൾ ഔദാര്യം കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. എനിക്ക് തരണമെന്നില്ലെന്നേ. നമ്മൾ അങ്ങനെയാണെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. നമുക്ക് കാശ് കൊടുത്തിട്ട് പലതൊന്നും കിട്ടിയിട്ടില്ല അവിടുന്ന്. അവരെ ഏറ്റവും അത്യാധുനിക എയർക്രാഫ്റ്റുകൾ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ കാശ് കൊടുക്കാൻ തയ്യാറാണ്. എന്തേ കിട്ടാത്ത? അതിന്റെ അതാണ് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ലേ, അല്ലാതെ ഇവരുടെ ഔദാര്യത്തിന് അത് കിട്ടുന്നതാണോ? കിട്ടൂലേ? കാശ് കൊടുത്താലും അമേരിക്ക കിട്ടൂല. 1 രൂപയെങ്കിലും നമുക്ക് ഔദാര്യമായിട്ട് തരുന്നുണ്ടോ? നമ്മളുണ്ടാവണം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, പലതും പറയണമല്ലോ. ദുബായ് എയർ ഷോയിൽ വെച്ചിട്ട് ഇവിടെ 60-65 വർഷം പണിയെടുത്തിട്ട് 1.5 ലക്ഷം കോടി രൂപ, 1.5 ട്രില്യൺ രൂപ, ഇന്ത്യൻ രൂപയാണ് നശിപ്പിച്ച് കളഞ്ഞ ഒരു വിമാനത്തിന്റെ പാട്ട ഉണ്ടാക്കാനായിട്ട്. ഒരു പാട്ട ഫ്രെയിം ഉണ്ടാക്കി അമേരിക്കക്കാരുണ്ടാക്കിയ ഒരു സിംഗിൾ എഞ്ചിനും കൊണ്ടുവന്ന് വെച്ച് ആ സാധനം കറക്കി അവിടെ കൊണ്ടുവന്ന് കത്തിച്ച് ഷോ ചെയ്തപ്പോഴത്തേക്ക് തീർന്നില്ലേ നമ്മുടെ വായുസേനയുടെ പരാക്രമമൊക്കെ തീർന്നില്ലേ? ഇനി നമ്മൾ ഫ്രാൻസിലുണ്ടാക്കി പഴയതുണ്ടാക്കി വെച്ചേക്കണം 4.5 ജനറേഷൻ വിമാനങ്ങൾ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവരണ്ടേ? അതും 2-3 ലക്ഷം കോടി രൂപ കൊടുത്ത്. നമ്മൾ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല കാര്യങ്ങൾ. അതിന്റെ നിങ്ങളൊക്കെ ചർച്ചയിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഇത്തരം കാര്യങ്ങൾ പറയണം, സംസാരിക്കണം. അങ്ങയുടെ വാക്കുകളിൽ മുഴുവൻ ഒരു അമേരിക്കൻ പക്ഷപാതത്വവും തീർച്ചയായിട്ടും അതേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ച അമേരിക്കൻ സയന്റിസ്റ്റുകളാ. അവര് വർഷക്കണക്കിന് നമ്മൾ തമ്മിൽ ഇപ്പൊ അമേരിക്കൻ സയന്റിസ്റ്റുകളിലും സിലിക്കൺ വാലിയിലും ജീവിക്കുന്ന നല്ലൊരു ശതമാനം ഇന്ത്യൻ സയന്റിസ്റ്റുകളാണ്. അതൊക്കെ നമുക്ക് പിന്നീട് പറയാവുന്ന കാര്യങ്ങളല്ലോ. അതൊക്കെ പിന്നീട് നമ്മൾ കൂട്ടിച്ചേർക്കണം. നമ്മളിട്ടിരിക്കുന്ന പാലത്തിന് നല്ല ബലം കിട്ടാൻ വേണ്ടി നമ്മളങ്ങ് കൂട്ടിച്ചേർക്കുക. ഒന്നുമില്ല. സാറേ, അമേരിക്കയിലെ സിലിക്കൺ വാലി അടക്കമുള്ള സിലിക്കൺ വാലി 1958 മുതൽ സിലിക്കൺ വാലിയിൽ നിന്ന് സിലിക്കൺ ഉത്പാദിച്ച ട്രാൻസിസ്റ്റർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ഉണ്ടാക്കി, ബ്ലൂചിപ്പ് ഉണ്ടാക്കി, മോളിക്യൂളർ ചിപ്സ് ഉണ്ടാക്കി. ഇതൊക്കെ ശരിയാണ്. അതുകൊണ്ട് നമ്മൾ അമേരിക്കക്ക് അടിമ കിടക്കണോ? നാം അടിമത്തത്തിന്റെ അല്ല, നമ്മളത് അംഗീകരിച്ചേ പറ്റുള്ളൂ. നമ്മുടെ കഴിവുകേട് നമ്മളെന്നല്ല, ആരാണെങ്കിലും കഴിവുകേട് അംഗീകരിക്കണം, കഴിവ് അംഗീകരിക്കണം. മറ്റൊരാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് കഴിവ് അംഗീകരിക്കണം. നമുക്ക് ഞാൻ പറഞ്ഞ 5000 കിലോഗ്രാം ഭാരത്തിൽ കൂടിയ ഒരു ബഹിരാകാശത്തേക്ക് ഒരു സാറ്റലൈറ്റ് അയക്കാൻ 5000 കിലോഗ്രാം 5 ടണ്ണിൽ മേലെയുള്ളൊരു ഭാരം കൂടിയ സാറ്റലൈറ്റ് അയക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യക്കില്ല. ഒരു ക്രയോജനിക് എഞ്ചിൻ നമുക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ പറ്റിയിട്ടില്ല. ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ശമ്പളം കൈപ്പറ്റി ഈ ISROയിലെ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ നശിപ്പിച്ചു കളയും. ലക്ഷക്കണക്കിന് കോടി രൂപ. ചന്ദ്രയാൻ ഉണ്ടാക്കാം, ചൊവ്വയിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ്. നമുക്കൊരു ക്രയോജനിക് എഞ്ചിൻ ഉണ്ടാക്കാൻ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു ജെറ്റ് എഞ്ചിൻ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നല്ലൊരു കാർ എഞ്ചിൻ, ഇന്ത്യൻ നിർമ്മിത കാർ എഞ്ചിൻ ഇല്ല. നമ്മുടെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന 9,000 കോടി രൂപ വില വരുമെന്നൊക്കെ ഇവിടെ ചാനലുകാർ പറയുന്നുണ്ട്. ആ സാധനമൊക്കെ അമേരിക്കക്കാരനുണ്ടാക്കിയതാ. നമ്മൾ കിടക്കുന്നതും നമ്മൾ രാവിലെ പല്ല് തേക്കുന്ന ബ്രഷ് എടുത്താൽ ആ ബ്രഷിലെ ആ നൂല് ആ ബ്രസൽസ് മുതൽ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് രാത്രി കിടക്കുമ്പോൾ AC ഇട്ടും ഫാൻ ഇട്ടും കിടക്കുമ്പോൾ ലൈറ്റും കത്തിച്ചൊക്കെ ഇടണമെങ്കിലൊക്കെ അത് അമേരിക്കക്കാരന്റെ ഒരുപാട് കാര്യങ്ങൾ അമേരിക്കക്കാരുടെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതാണ്. അങ്ങനെ പറ്റില്ലെന്നേ. അവര് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒന്നുമല്ല. ശാസ്ത്രജ്ഞൻ ഫ്രീ ആയിട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് ഉണ്ടാക്കണമല്ലോ ഇത് തരണമെങ്കിൽ. കുഞ്ഞു കുട്ടികളുടെ പോളിയോ വാക്സിനേഷൻ എന്ന് പറഞ്ഞ് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഇഞ്ചക്ഷൻ ഇവിടെ വലിയ വാക്സിനേഷൻ സെന്റർ ഇതൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് പാർട്ടിക്കാരും. അന്ന് നേരത്തെ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞ പാർട്ടിക്കാർ ഇപ്പൊ ഇത് വാക്സിനേഷനാന്ന് പറഞ്ഞ് വലിയ അഭിമാനമായിട്ട് അവർക്ക് ഭരണം കിട്ടിയപ്പോൾ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. അതെവിടെ ആരാ ഇറക്കിയത്? നമ്മളിവിടെ അതുകൊണ്ടൊക്കെ അമേരിക്ക ലോകത്തിലെ നമ്പർ 1 മുമ്പിലാണ്. അതിന് മുമ്പിൽ തന്നെ അതിനകത്ത് ഒരു പുറകിലേക്കും പോകാൻ പറ്റില്ല. അമേരിക്ക ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്. അതുകൊണ്ട് ലോകത്തിൽ ഞാൻ പറഞ്ഞത് സാറേ, നമ്മള് ഒരു നല്ല യൂണിവേഴ്സിറ്റി നമ്മളിനി ഇങ്ങോട്ട് വരാം. നമുക്ക് എത്ര ലോകോത്തര നിലവാരത്തിലുള്ള എത്ര യൂണിവേഴ്സിറ്റി അമേരിക്ക ഉണ്ടാക്കണം? നമുക്ക് എത്ര യൂണിവേഴ്സിറ്റികളുണ്ട് ലോകോത്തര നിലവാരത്തിൽ? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. ഇല്ലെന്നൊന്നും ആരും പറയണില്ല. ഇനി ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികൾ അടക്കം അമേരിക്കയുടെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ, അതായത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അമേരിക്കയുടെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അടുത്ത ആള് വന്നു കഴിഞ്ഞാലും സംഭവം ഇത് തന്നെയാണ്. ട്രംപിന്റെ നയം പ്രത്യേകിച്ചൊന്നുമില്ല. അയാളുടേതായ രീതി. അടുത്തവൻ വന്നു കഴിഞ്ഞാൽ അതിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതി. അത്രേ ഉള്ളൂ.
ഒരു കാര്യം കൂടെ പറയാം. അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രസിഡന്റിലൊന്നായ ഐസനോവർ പട്ടാളക്കാരനാണ്. ഐസനോവർ പറയുന്നുണ്ട്, അമേരിക്കൻ ഭരണത്തിൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് അഥവാ ആയുധ ലോബിയുടെ സ്വാധീനങ്ങൾ അംഗീകരിക്കരുതും. നമ്മൾ ഈ കാണുന്ന യുദ്ധങ്ങൾ ആയുധ ലോബി ചെയ്യുന്നതാണ്. അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കാനും സാധാരണക്കാരെ കൊല്ലാനും. അമേരിക്കക്ക് പോസിറ്റീവ്സ് ഉണ്ട്, ഇല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ഈ ആയുധ ലോബിയെ നമ്മൾ അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ? നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ എത്ര ആയുധ ലോബികളുണ്ട്? അയ്യോ, ആ ആയുധ ലോബി പാടില്ല. കാര്യം അല്ല ആയുധ ലോബി അല്ല നമ്മുടെ അത് ജീവൻ പാട് വെച്ചാ അത് കളിക്കുന്നത്. പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. നമ്മൾ ഇന്ത്യയിൽ എത്ര നമുക്ക് ഇന്ത്യയിൽ ആയുധ ലോബികൾ എത്രയുണ്ട്? നമുക്ക് നമ്മുടെ നാടിനെ നമ്മളിവിടെ കൊക്കോക്കോളയ്ക്ക് എതിരെ കൊക്കോക്കോള വിഷാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാ. നമുക്ക് കിട്ടുന്ന നമ്മൾ സാധാരണ മനുഷ്യരും ചെറുപ്പക്കാരെ മുഴുവൻ ജീവിതം കളയുന്ന ഈ മദ്യപാനം, അത് ഇവിടെ എത്ര കൃത്യമായിട്ട് ഇറക്കുന്ന ഡിസ്റ്റിലറികളും അതുപോലെ മദ്യം ഉണ്ടാക്കുന്ന അല്ല, കമ്പനികളും ഇതൊന്നും നോക്കുന്നു. ഇല്ലെന്ന് ആരും പറയാം. എനിക്ക് സാറിനോട് നമുക്ക് ഒറ്റ കാര്യം മാത്രം, അങ്ങക്ക് എന്താണ് ഈ അമേരിക്കൻ പക്ഷപാതിത്വം, ഇന്ത്യയോട് പുച്ഛം, ഇറാനോട് എതിർപ്പ്? പക്ഷപാതത്വമൊന്നുമല്ല, ഒരു പക്ഷപാതമില്ല. ഒരു രാജ്യത്തോടും പ്രത്യേകിച്ച് പക്ഷപാതമില്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ശരി അവരുടെ കയ്യിലുണ്ട്. ഒത്തിരി അമേരിക്ക ഈ തെറ്റുകളും ഈ ഇറാൻ ഇവിടെ നമ്മുടെ ആക്രമണത്തിൽ ഭാഗത്തുണ്ട്. എന്ത് ശരിയാ അവർക്കുള്ളത്? അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, അത് മാത്രം ഞാൻ പറഞ്ഞു നോക്കൂ. പറയണത് ഈ അവര് ഇറാൻ ശരി ആക്രമണത്തിൽ എന്ത് നമുക്ക് ശരിയാണ് അമേരിക്കക്കുള്ളത്? നമ്മള് പണം കൊടുത്തിട്ടാണെങ്കിൽ പോലും നമുക്ക് അവരെ ആശ്രയിക്കാനേ പറ്റുള്ളൂ. അവരുടെ സാറേ, ആശ്രയത്തിൽ നിന്ന് അതുകൊണ്ട് നമുക്ക് തെറ്റ് ഒരിക്കലും തെറ്റാണെന്ന് പിൻവാങ്ങാൻ നമ്മൾ പറ്റില്ല. വിളിക്കണ്ടേ? പിൻവാങ്ങാൻ നീതി പറ്റില്ല. നീതി അല്ലെന്ന് നമ്മൾ വിളിക്കണ്ടേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ, നമ്മൾ ഇത്ര മിടുക്കന്മാരാണെങ്കിൽ, ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ ഇത്ര മിടുക്കന്മാരാണെങ്കിൽ, ഇറാനില് ബോംബിട്ട സമയത്ത് ഈ ലോകത്തിൽ എന്തോരം രാജ്യങ്ങൾ, ഇറാന്റെ സഹായമുള്ള അനവധി രാജ്യങ്ങളുണ്ടായിരുന്നല്ലോ. ഇന്ത്യ ആരും ഒരു ചൂണ്ടുവിരലാണെങ്കിൽ സംസാരിക്കാത്ത. സാറേ, ഇറാന്റെ ഇറാൻ തന്നെ കുഞ്ഞുങ്ങളെ പോരാടുന്നുണ്ടല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളെ ടോമാഹോക്ക് മിസൈൽ ഉപയോഗിച്ച് കൊന്ന സമയത്ത് ഇവിടുത്തെ ആരും ഒരു ചൂണ്ടുവിരല് അനക്കി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇസ്രായേലില് തലേദിവസമല്ലേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോയിട്ട് വന്നത്? പിറ്റേ ദിവസമല്ലേ യുദ്ധം കറക്റ്റ്, തുടങ്ങിയത്? നമ്മൾ പറയേണ്ടതല്ലേ? 160 അതെന്തിയെ കൊച്ചു പറയാത്തെ? കൊച്ചു അതെന്തിയെ പറയാത്തെ? പെമ്പിള്ളാരെയല്ലേ കൊല്ലുന്നത്? കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എവിടെയാണെങ്കിലും അത് തെറ്റ് തന്നെയാ. പക്ഷെ നൈജീരിയയിൽ നിന്ന് ഞാൻ ഭീകരവാദികൾ ഞാൻ പിടിച്ചോണ്ട് ഞാൻ ഒരു പോയി. കാര്യം ചോദിച്ചോട്ടെ, ആ നൈജീരിയനെ പിടിച്ചോണ്ട് പോയി ഇറാൻ എന്ത് ചെയ്തു? ഈ ഇത്രയും വലിയ അമേരിക്കൻ ടെക്നോളജി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിൽ മിസൈൽ അയക്കരുതെന്നും അവരെ വഴിതെറ്റി പോയതാന്നാ പറയണേ. അത്രയും ടെക്നോളജി ഉള്ള അമേരിക്ക അങ്ങനെ ഒരു സ്കൂൾ അയക്കുന്നത് ശരിയാണോ? 160 കുഞ്ഞു എങ്ങനെ വഴിതെറ്റിപ്പോയെന്ന നൈജീരിയയിലെ കുട്ടികളാണ്. അല്ല, നൈജീരിയ, അമേരിക്ക യഥാർത്ഥത്തിൽ ഈ മിസൈൽ വീണ് കൊന്നത് അറിയാതെ പഴയ ഇന്റലിജൻസിന്റെ ഇതിൽ അയച്ചതാണെന്നാണ് അമേരിക്കയുടെ അല്ല, വിശദീകരണം. അറിയാതെ പഴയ ഇന്റലിജൻസ് ഒന്നുമല്ല. മറ്റു ചില കാഴ്ചപ്പാടും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് ഈ സാധാരണ സപ്പോർട്ടീവായിട്ട് നിലനിർത്തുന്ന ഒരു ഭാഗം അങ്ങനെ അങ്ങ് ആക്കി വെച്ചെന്നുള്ളൂ. അവിടെ ഒരു കാരണവശാലും ആക്രമണ സ്ഥലം ആകാതിരിക്കാൻ വേണ്ടിയാണ് ആ പണി ചെയ്തു എന്നുള്ളതാണ് പറയണത്. അത് ഒരു കവചം ഒരുക്കി നിർത്തിയിരിക്കുന്ന ഒരു പട്ടാളക്കാരെ സങ്കേത ആക്രമിക്കുന്നതിന് അതിനടുത്ത് 160 ഒരിക്കലും പിള്ളേരെ അതിനൊരു ക്ഷമയുണ്ടോ? പിന്നെ ക്ഷമയില്ല. അത് തെറ്റല്ല, അത് തെറ്റായ കാര്യമാണ്. അത് അല്ല, തെറ്റ് തന്നെയാ. അതിനൊരു അത് ക്ഷമ തെറ്റ് തന്നെയാ. ക്ഷമ പറയുന്നുണ്ടോ? അത് ട്രംപ് നമ്മൾ അപ്പോഴും കള്ളം അമേരിക്കൻ പറയുന്നത് ഇറാൻ തന്നെ പ്രസിഡന്റിനോടാണെങ്കിൽ ചെയ്തു നമ്മൾ എന്നല്ലേ? പറയും അത് തെറ്റ് തന്നെയാ. അതിൽ കുറ്റബോധമൊക്കെ ഉണ്ട്. തെറ്റ് തന്നെയാണ്. അത് ലോകത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അമേരിക്കക്കാരത് ആൾക്കാർ പറയുന്നുണ്ടോ? ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ അത് തെറ്റ് തന്നെയാണ്. അത് തെറ്റൊന്നുമല്ല. അവരുപയോഗിക്കുന്ന ഒരു സ്ഫോടക വസ്തു ഇപ്പൊ 1,00,000 ടണ്ണിലേറെ സ്ഫോടക വസ്തുക്കൾ ആദ്യഘട്ടത്തിൽ അവർ ഉപയോഗിച്ചെന്ന് പറഞ്ഞത്. ഈ കെമിക്കൽ ഇങ്ങനെ വാരിക്കോരും മറ്റൊരു രാജ്യത്ത് നിന്ന് അവരെ അവിടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടാവും. വിയറ്റ്നാമിലെ ഏജന്റ് ഓറഞ്ച് എന്ന കെമിക്കൽ വെപ്പൺ രാസായുധം പ്രയോഗിച്ചതിന്റെ പേരിൽ വിയറ്റ്നാമിൽ പച്ചപ്പില്ല. കുറെ അധികം ഏരിയയിൽ പച്ചപ്പില്ല. ആ വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റു. ആലോചിച്ച് നോക്കിയേ, ആ വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റു. ആ വിയറ്റ്നാമില്, അതായത് അമേരിക്കയുടെ 100-ലൊന്നില്ലാത്ത രാജ്യത്തിൽ അമേരിക്ക തോറ്റു. അത് അകലെ കൂടുതലുണ്ട്. എയർബേസുകൾ കുറവായിരുന്നു, അകലെ കൂടുതലുണ്ട്. അത്രേ ഉള്ളൂ. ഏത് ആയുധം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ആത്മധൈര്യമാണ്. ഈ കണക്കൂട്ടൽ ഇന്ന് തൈവാനെ ആക്രമിക്കാൻ ചൈന നിന്ന് കഴിഞ്ഞാൽ ചൈനയെ നിമിഷം വെച്ച് അവൻ പൊക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് എയർബേസുകളും മറ്റു സന്നാഹങ്ങളും ഭൂമിയുടെ എല്ലാ സ്ഥലങ്ങളും. നമ്മൾ ആരും ആരെ ആക്രമിക്കരുതെന്നല്ലേ പറയേണ്ടത്? ആക്രമിക്കരുത്. പക്ഷേ ടെക്നോളജിക്കലി വളർന്നു രാഷ്ട്രങ്ങള് അവരായുധ വിന്യാസത്തിനല്ല. ഇപ്പൊ ഞാൻ പറയണ ഇറാനിൽ ഒരു ആക്രമണം ഉണ്ടാക്കി ഇറാനെ തോപ്പിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കക്ക് നമ്മുടെ ആരും സപ്പോർട്ട് വേണ്ട. 1945 മുതൽ ഹൈഡ്രജൻ ബോംബുകളും ന്യൂക്ലിയർ ബോംബും ഫ്യൂഷൻ ബോംബും 2 ബോംബുകൾ അവിടെ അവർ തയ്യാറാക്കി വെച്ചിട്ടില്ലേ? വാർഹെഡുകൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ? 16 ദിവസമായി അമേരിക്കക്ക് വിജയിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാ? അമേരിക്കക്ക് എന്താ ഇറാൻ വിജയിക്കാൻ? അമേരിക്ക ഇറാനോട് ചെയ്യുന്ന യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100% പെർഫെക്റ്റ് ആയിട്ട് അമേരിക്കയോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ശക്തിയോടല്ല അമേരിക്ക യുദ്ധം ചെയ്യണം. ചെറുകിട പരിമിത യുദ്ധമേ ഇപ്പോൾ ആയിട്ടുള്ളൂ. ശരിയായ രീതിയിൽ ബലാബലത്തിന് ഇതുവരെ അമേരിക്ക തയ്യാറല്ല. ബലാബലം വന്നു കഴിഞ്ഞാൽ കളി ഇതൊന്നുമല്ല. സാറേ, ബലാബലം എന്താ പിന്നെ ട്രംപ് കൊണ്ടുവരാത്തെ? അമേരിക്ക എന്ന് പറഞ്ഞില്ല, ട്രംപ് എന്താ കൊണ്ടുവരാത്തെ? എന്നാ ശരി, ഇത്രയും ബലാബലം ഉണ്ടെങ്കിൽ പ്രാകൃതം ഇൻ കോട്ട്സ് ആണ് പ്രാകൃത രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക തോറ്റ എന്താ?
അഫ്ഗാനിസ്ഥാൻ പ്രാകൃത ഈ അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യവസായം എന്താണെന്നറിയോ? അഫ്ഗാനിസ്ഥാനിലെ തോറ്റതെന്താ? അല്ല അഫ്ഗാനിസ്ഥാനിൽ പോപ്പി കൾച്ചർ ആയിക്കോട്ടെ, പക്ഷെ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക തോറ്റതെന്താ? പോട്ടെ, അല്ലെന്നേ, അത് വിയറ്റ്നാമിനോട് തോറ്റതെന്താ? വിയറ്റ്നാമിനോട് വിയറ്റ്നാം എന്ന ചെറിയ രാജ്യത്തോട് അമേരിക്ക തോറ്റത് വിയറ്റ്നാം എന്ന രാജ്യത്തെ അമേരിക്ക തോൽപ്പിച്ചെങ്കിൽ യഥാർത്ഥത്തിൽ തോറ്റത് ആരാ ശരിക്കും? അമേരിക്കയാണോ അമേരിക്കയല്ലേ തോറ്റത്? തോറ്റത്? അവർക്ക് പണമേ പോയിട്ടുള്ളൂ, പണവും കുറച്ച് പട്ടാളക്കാരും പോയിട്ടുണ്ട്. പക്ഷെ വിയറ്റ്നാം എന്ന രാജ്യം എന്ന് പറയുന്നത് ആ രാജ്യം എന്നേക്കുമായിട്ട് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകത്തക്ക രീതിയിലുള്ള ഭൂമിശാസ്ത്രപരമായ വിയറ്റ്നാം ഘടനാപരമായ ഇപ്പോഴും മാറ്റങ്ങൾ നന്നായി വന്നു കഴിഞ്ഞ ജീവിക്കുന്നുണ്ട്, അത് വേറെ. രാജ്യത്തിന് വിയറ്റ്നാം ഇപ്പോഴും നന്നായി ജീവിക്കുന്നുണ്ട്, അത് വേറെ. അമേരിക്കയല്ല, അമേരിക്കയിലെ യുദ്ധക്കൊതിയന്മാർക്ക് വേണ്ടി നമ്മൾ എന്തിനാ വാദിക്കുന്നത്? നമ്മൾ ഒരു യുദ്ധക്കുതിയന്മാർക്കും വേണ്ടി വാദിക്കണില്ല. പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരുടെ സാറേ, ഭാഗത്തുണ്ട്. 20 അതൊന്നും വർഷം അംഗീകരിക്കാൻ അമേരിക്ക പറ്റില്ല. ശ്രമിച്ചു, വിയറ്റ്നാമിൽ തോറ്റു. 20 വർഷം ഇപ്പൊ ഞാനൊരു താലിബാൻ കാര്യം ശ്രമിച്ചു, ചോദിക്കട്ടെ, അവിടെ തോറ്റു. അവർക്ക് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തോട് ഒരു ഇത് എന്തെങ്കിലും അവരുടെ അനുവാദമൊന്നും വേണ്ട നാളെ ഇന്ത്യക്ക് നമ്മളെ ക്രൂഡ് ഓയിൽ എടുക്കാൻ. ആക്രമിച്ച പക്ഷേ സാർ, അമേരിക്ക നാളെ നമ്മളെ ആക്രമിച്ച സാർ അമേരിക്ക സപ്പോർട്ട് ചെയ്യൂ? ഈ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇന്ത്യ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിൽ എടുത്തോളാൻ പറഞ്ഞതും അമേരിക്കക്കാർ തന്നെയല്ലേ പറഞ്ഞത്. നമുക്ക് അവരെ ആവശ്യമില്ല എന്നുള്ള വേറെ സാറേ, എന്തൊരു നാണം കെട്ട സാധനമാണത്. നമ്മളോട് വേണമെങ്കിൽ മേടിച്ചോളാം, അനുവാദം തരാൻ അവരാരാണ്? അവരാരാണ്? അതല്ലേ പറഞ്ഞ് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന സാമ്പത്തിക ബന്ധങ്ങളും ടെക്നോളജിക്കലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അതിനെ അങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെന്നേ. അതായത് സാർ ആലോചിച്ച് നോക്കിയേ, അവര് നമ്മളെ അനുവദിക്കാൻ അവരാരാണ്? നമ്മൾ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമല്ലേ? ഈ പരമാധികാരം സംസാരത്തിൽ മാത്രമേ ഉള്ളൂ, സ്വതന്ത്ര പരമാധികാരം അല്ലെന്നേ. നമ്മൾ ഇന്നും നമ്മൾ ഇവിടുന്ന് നമുക്ക് രാവിലെ നേരം വെളുത്ത് എഴുന്നേറ്റ് വരുന്നവർക്ക് പാതിരാ വരെ നമുക്ക് ഉറങ്ങുന്ന സമയം വരെ നമുക്ക് ഒത്തിരി വിദേശ രാജ്യങ്ങളും വിദേശ ബന്ധങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വിദേശ ബന്ധം അടിമത്തമല്ല. അത് ചെറിയ കാര്യമാണോ? വിദേശ ബന്ധം എന്ന് പറഞ്ഞാൽ അടിമത്തമല്ല. നമുക്കത് ഞാൻ പറയണ നാളെ ഇപ്പൊ സാറ് ഉൾപ്പെടുന്ന ഞാനും സാറും ഉൾപ്പെടുന്ന ഈ രാജ്യത്ത് നമ്മളൊരു നാളെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുക. ലോകത്തിലുള്ള മറ്റൊരു രാജ്യത്തിന്റെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് സാറേ, എല്ലാ രാജ്യങ്ങളുടെയും സഹായം നമുക്ക് വേണം, പക്ഷെ അതിനർത്ഥം അടിമത്വമാണെന്നാണോ? ഗാന്ധി ഒരു കാര്യം പറഞ്ഞു, വിദേശ ഉൽപ്പന്നങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. ഇതേ സമയത്തും ഗാന്ധിയുടെ ഹൃദയസ്പന്ദനം പോലെ തന്നെ അരയിൽ കെട്ടിരുന്ന അരമണി, അത് സ്കോട്ട്ലൻഡിൽ നിർമ്മിച്ച അരമണി സ്വദേശി എന്ന കാര്യം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അല്ലെന്നേ, ഈ സമയത്തും സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കിയ ഒരു അരമണി എന്നാ പറഞ്ഞ വാച്ചിന് പോലുള്ള സാധനം, ആ സാധനം പുള്ളിയുടെ അരയിൽ കിടന്ന് സ്പന്ദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ പ്രശ്നം? ഗാന്ധിജിക്ക് വിദേശികളോട് ശത്രുതയായിരുന്നില്ല. ഗാന്ധിജി ഒരു പ്രൊട്ടസ്റ്റിന്റെ മാർഗമായി നമ്മൾ സ്വദേശി കാര്യങ്ങൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് പ്രശ്നമില്ല, നമുക്കൊന്നും പ്രശ്നമില്ലാത്തവരാ. മലയാളികളും പ്രത്യേകിച്ച് ഇന്ത്യക്കാരും നമ്മൾ അന്ന് മൈക്ക് ഉപയോഗിച്ചിരുന്നു. ഗാന്ധിജി മൈക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കി ആയിരുന്നിരിക്കില്ല, വിദേശത്തുണ്ടാക്കിയായിരിക്കും. അതുകൊണ്ട് വിദേശത്തുണ്ടായില്ല. അമേരിക്കയിലെ ഷുഗർ എന്ന് പറഞ്ഞ ഷുഗർ കമ്പനിയാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു മൈക്രോഫോൺ കണ്ടുപിടിച്ചത്. ഗാന്ധിജി സ്വദേശി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മാവോയിസ്റ്റുകള് സാഹിബിന്റെ മൈക്കും വലിയ സൗണ്ട് സിസ്റ്റം വെച്ച് വർത്താനം പറഞ്ഞിട്ട് അവരെ കുറ്റം പറയണേ, അതല്ല, അങ്ങനെയല്ല. ഈ മൈക്ക് അമേരിക്കക്കാരന്റെ ഔദാര്യവും ഓസും അല്ല, നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. എന്നാ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണ് ഇപ്പൊ ഒരു B2 സ്പിരിറ്റ് ബോംബർ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ എയർബേസുകളിലൊന്നും കാണാനില്ലല്ലോ. നമുക്ക് കാശുണ്ടല്ലോ, എന്തേ കിട്ടാ? സാറിന്റെ വാക്കുകളിൽ മുഴുവൻ അമേരിക്കൻ വിധേയത്വമാണ്, പക്ഷപാതിത്വം പോലും അല്ല. അവരുടെ ടെക്നോളജിക്കലി ഞാൻ അവരുടെ കൂടെ തന്നെയാ, ഒരു വ്യത്യാസമില്ല അതിന് സാങ്കേതികമായിട്ട്. കാരണം ഞാൻ എനിക്ക് എന്റെ നയപരമായിട്ട് താങ്കൾ എന്തിനാ അവരോടൊപ്പം? എന്റെ ദൈനംദിന ജീവിതത്തിൽ ഒരു പാദം മുതൽ പ്രദോഷം വരെ എന്റെ കൈകളിലിരിക്കുന്ന എന്റെ ശരീരത്തിലെ ഒരു അവയവം പോലെ ഈ മൊബൈൽ ഫോൺ. ഇത് കണ്ടുപിടിച്ചത് അമേരിക്കക്കാർ സയന്റിസ്റ്റാ, മാർട്ടിൻ കൂപ്പറാണ് കണ്ടുപിടിച്ചത്. ആ ഓർമ്മയെന്ന് അങ്ങനെ മാറി ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഗോവസൂരി പ്രയോഗത്തിനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. അത് ഏതോ ഒരു വിദേശ രാജ്യത്ത് കണ്ടുപിടിച്ച മറ്റേ എഡ്വേർഡ് ജെനറോ മറ്റേ കണ്ടുപിടിച്ച. അപ്പൊ അങ്ങനെ പല ബന്ധങ്ങളും എന്റെ ശാരീരികമായിട്ട് അന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു തർക്കത്തിന് നിൽക്കണമല്ല, പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാൻ. ഞാൻ ചോദിച്ചോട്ടെ, അവര് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നല്ലോ. ശരി, അവര് നമ്മുടെ ഇതേ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മളോട് അവര് കാശ് തന്നിട്ട് നമ്മളോട് എന്തെല്ലാം സാധനം മേടിച്ച് അവർ ഉപയോഗിക്കുന്നുണ്ട്. സാറേ, നമ്മുടെ ഒരുപാട് സാധനങ്ങൾ, സ്പൈസസും സാധനങ്ങളും അവർ കൊണ്ടുപോകണില്ല. നമ്മുടെ കുരുമുളക് നമ്മുടെ പണ്ടേ മറ്റേ കർക്കിടകത്തിലോ എങ്ങനെ ഉണ്ടാകും നമ്മുടെ കുരുമുളക് ഏതൊരു ആ വാവ് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ അമേരിക്ക, എനിക്ക് മനസ്സിലാത്ത ഒരേ ഒരു കാര്യം, ഈ അമേരിക്കൻ അടിമത്തം എന്തിനാണെന്നാണ്. പക്ഷെ പോട്ടെ, സാറിന്റെ പോയിന്റ് ഞാൻ എടുക്കുന്നു. ലോകത്തിലെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വേഗം സാറിനെ ഞാൻ വിടുതല. ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കിരാതമായ ആയുധം ഉപയോഗിച്ച്, 2 ആയുധങ്ങൾ ഉപയോഗിച്ച്
ഏറ്റവും കിരാതമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് അമേരിക്കയാണ്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒരു അണുബോംബും നാഗസാക്കിയിൽ ഒരു ഹൈഡ്രജൻ ബോംബും ഹിരോഷിമയിൽ ഒരു ആറ്റം ബോംബും പ്രയോഗിച്ചു. അങ്ങനെ നശിപ്പിച്ച ആ ജപ്പാൻ പിന്നീട് ലോകത്തിൽ ഒരു റഷ്യയുടെ കൂടെ കൂടിയില്ല, ഒരു ചൈനയുടെ കൂടെ കൂടിയില്ല, അമേരിക്കയുടെ കൂടെ കൂടി. ടെക്നോളജിക്കലി അവർ ലോകത്തിലെ ഏറ്റവും കയറ്റുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായിട്ട് ജപ്പാനെ മാറ്റിയെടുത്തെങ്കിൽ അത് ജപ്പാനെ മാറ്റിയെടുക്കുകയല്ല, ജപ്പാനെ യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്നും ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നവീകരിക്കാൻ അമേരിക്ക കൊടുത്തിരിക്കുന്ന സാങ്കേതിക വിദ്യ വലിയ പ്രാധാന്യമുള്ളതാണ്. നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ, ജർമ്മനി അടക്കം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചരക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് ജർമ്മനി. ഇപ്പോൾ ചൈനയായി. ചൈനയിലുള്ള ലക്ഷക്കണക്കിന് കമ്പനികളിൽ പേറ്റന്റ്ഷിപ്പ് എടുത്തിട്ടുള്ള പ്രോഡക്റ്റുകൾ ചൈനയിൽ, അമേരിക്കൻ പ്രോഡക്റ്റുകൾ ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൊണ്ട് ഇവര് ചെയ്യുന്ന എല്ലാ തെറ്റിനും നമ്മൾ അവർ ചെയ്യുന്ന ശരി 100% നമുക്ക് പ്രയോജനമുള്ള ശരി. ഒരു സാറിന്റെ രാഹുൽ 100% ശരി, എനിക്ക് പ്രയോജനം ചെയ്യുന്നത് ശരിയാണ്, ഞാനത് അംഗീകരിക്കും. അയ്യോ അല്ല, ഒരു സംശയമില്ല. പക്ഷെ ഒറ്റ ചോദ്യം, അമേരിക്ക ഇറാനിൽ കാണിച്ച ഈ അതിക്രമത്തിന് എന്ത് ഗുണം ആർക്കെങ്കിലും ഉണ്ട്? ഇറാനില് ഞാൻ പറഞ്ഞു, നദാൻസും മറ്റേ പോർട്ടോ നദാൻസ് അങ്ങനെ 3 സ്ഥലത്ത് ന്യൂക്ലിയർ സെൻട്രിഫ്യൂഗൽ ഫംഗ്ഷൻ അവിടെ നടത്തുന്നുണ്ട്. ഹൈ എൻറിച്ചഡ് യുറേനിയം അവിടെ പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള കാര്യം അവ്യക്തമായ ഒരു വ്യക്തതയാണ്. അവ്യക്തമാണത്. പക്ഷേ അവര് ബംഗൾ ബ്ലാസ്റ്റർ ബോംബിന്റെ അതീതമാണ്. അതിനപ്പുറം പോയി ചിലപ്പോൾ കാണുമായിരിക്കും, എന്തെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഈ ഒരു സംസാരം ലോകം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇറാൻ തീരെ മോശക്കാരാണോ? ഇറാൻ ആർക്ക് വേണ്ടി? ഇറാൻ നല്ല രാജ്യമാണ്, ഒരു കുഴപ്പമില്ല. ഈ ICBM ഒന്നുമില്ല. ഈ ബാലാസ്റ്റിക് മിസൈലുകൾ ചൈനയിൽ ഇല്ല. അവിടുത്തെ രാജ്യങ്ങൾക്ക് പട്ടിണി കിടക്കുന്ന ഇറാന്റെ നാണയത്തിന്റെ അവിടെ GDP വളർച്ച, നാണയത്തിന്റെ റേഷ്യോ ഇപ്പൊ മാറി. ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്കിലെ വ്യത്യാസമൊക്കെ കണക്കൂട്ടിയാൽ സാറിനോട് ഇത്രയും വർത്തമാനം പറയില്ല. എങ്കിൽ പോലും 10,000 മിസൈലുകൾ ചൈനയിൽ നിന്ന് ഇല്ലാത്ത കാശ് കൊടുത്ത് വാങ്ങിക്കാൻ അവർക്ക് ഒരു കുഴപ്പം. ആയത്തുള്ള ഖൊമേനി പരമോന്നത നേതാവ് നല്ല മനുഷ്യനാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഇതേപോലുള്ള അധിനിവേശം ചെറുക്കണ്ടേ? അധിനിവേശം ചെറുക്കാനല്ല. അങ്ങനെയാണ് ഈ സൗദി കരുതി വെച്ചിട്ടുണ്ടെന്നെങ്കിലും ഖത്തർ കരുതി വെച്ചിട്ടുണ്ടോ? അമേരിക്കൻ ബേസ് ഇല്ലേ? അതൊന്നുമല്ല. ഇന്ത്യ ഇറാൻ അമേരിക്കൻ ബേസ് കൊടുക്കാത്ത കാര്യം തന്നെ. അപ്പൊ ഒരു രാജ്യത്ത് നമ്മൾ എന്താ അമേരിക്കൻ ബേസ് കൊടുക്കാത്തെ? നമ്മൾ അമേരിക്കൻ ബേസ് കൊടുക്കുക. നമ്മുടെ അധപ്പതനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നമ്മൾ ഈ ചേരിചേര രാജ്യങ്ങളുടെ കൂടി നെഹ്റുവിന്റെ ഈ പട്ടുന്നൂലും പിടിച്ചുകൊണ്ട് നടക്കാണ് നമ്മൾ ഇവിടെ. ഇതും കൂടെ ചോദിച്ചൊന്ന് വെക്കാം. അങ്ങയുടെ അഭിപ്രായത്തിൽ നമ്മൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അമേരിക്കൻ ബേസ് കൊടുക്കണമെന്നാണോ? കൊടുക്കണമെന്ന് തന്നെയാ. അമേരിക്കൻ ബേസ് അല്ല. നമുക്ക് അമേരിക്കയായിട്ട് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഭാവിയിൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിച്ചു വരുന്ന ചൈനയുടെ മേധാവിത്വം നിലനിർത്തി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും വിശാലമായ ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക്, ഈ 150 കോടി ജനങ്ങളെ പോറ്റുന്ന രാജ്യം എന്ന നിലയ്ക്കും, സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത രാജ്യം എന്ന നിലയ്ക്കും, US പോലുള്ളൊരു വലിയ രാജ്യമായിട്ട് സൈനികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നല്ല രീതിയിൽ മുറുകെ പിടിക്കണമെന്ന് പറയുന്നത് ഞാൻ നരേന്ദ്രമോദി നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ കണ്ട് പറയാനായിട്ടിരിക്കുക. രാഹുൽ ഗാന്ധി കയറിയാൽ ഞാനിത് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞിരിക്കും, നേരിട്ട് പോയി പറയും, ഭാഷ അറിയാൻ മേലെങ്കിൽ. ഏത് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്. ഞാൻ പറയണേ സാറേ, 300 ബില്യൺ 27 ലക്ഷം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ് മുകേഷ് അംബാനിയെ ബന്ധപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടെക്സാസിൽ നിന്ന് 10 കിലോമീറ്റർ അകലെ ഇപ്പൊ ഈ മാർച്ച് 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്തത്. $300 ബില്യൺ, 27 ലക്ഷം കോടി. ഇന്ത്യയുടെ 4 GDP വളർച്ചയുടെ പണമാണ് അവിടെ കൊണ്ട് മുടക്കിയേക്കുന്നത്. അമേരിക്കക്കാർ കുഴപ്പക്കാരാണെങ്കിൽ മുകേഷ് അംബാനിയെ പോലെ പൊട്ടനാണോ? 50 രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾ എണ്ണപ്പാടങ്ങൾ വാങ്ങിച്ചെട്ടിക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ക്രൂഡ് ഓയിൽ മുതലാളിയാണ്. 7,500 ഏക്കർ ഏറ്റവും വലിയ എന്തറിയാമോ സാർ? അമേരിക്കക്കാർ കുഴപ്പക്കാരാണെന്നല്ല, ട്രംപിന്റെ നയങ്ങൾ തെറ്റാണെന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കൂട്ടിച്ചേർത്തല്ല. ട്രംപിനെ ഞാനങ്ങ് പണ്ടേ വിട്ടത്. എനിക്ക് ട്രംപ് ഒന്നും പ്രശ്നമല്ല. അമേരിക്കയിൽ 47ാമത്തെ പ്രസിഡന്റാണ് ട്രംപ്. അതിന് മുൻപ് വരുന്ന പ്രസിഡന്റുമാർ മുഴുവൻ കാണിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളും രാജ്യ നന്മയ്ക്കായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നത്. നാളെ ഈ മെക്സിക്കോയിൽ കുടിയേറ്റ നിയമം പ്രശ്നം ഉണ്ടാക്കി അമേരിക്ക സുപ്രീം കോടതി വാദിച്ചല്ലോ. എന്നിട്ട് സുപ്രീം കോടതിയുടെ വാദമൊക്കെ എടുത്ത് തള്ളിയതിനു ശേഷം ട്രംപ് കുടിയേറ്റം നിർത്തിയില്ല. അവിടെ കുടിയേറ്റം ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റില്ലേ?
ഈ വെനീസ് മഡുറോയെ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടുള്ള സമയത്ത് സുപ്രീം കോടതി ബാധിച്ചില്ല, മനുഷ്യാവകാശം ഒക്കെ ബാധിച്ചില്ല. അമേരിക്കയിൽ കെന്നഡിയെ വെടിവെച്ച് കൊന്നവനെ ഇന്ന് വരെ കിട്ടിയിട്ടുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതിയിൽ വാദിച്ച കേസാണല്ലോ അത്. കെന്നഡി എവിടെ വെച്ച് ഒന്നിനായിട്ട് പിടിച്ചു? ഇല്ല, അതൊന്നും യഥാർത്ഥ ആളല്ലോ. വാട്ടർഗേറ്റ് നിക്സൺ, അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇരുന്ന സമയത്തുള്ള എന്തായാലും കൊള്ളാം. വാട്ടർഗേറ്റ് ഞാൻ സാറിന്റെ പേര് സേവ് ചെയ്തേക്കാം. നമുക്ക് എന്തെങ്കിലും ഇനി ഇതുപോലെ സംസാരിക്കാം കേട്ടോ. ഞാൻ ഡോക്യുമെന്റ് ചെയ്തേക്കാം, ഞാൻ വിളിക്കാം. സംസാരിക്കാം. താങ്ക് യു. ഓക്കെ.